യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം, അതിൻ്റെ 2-3 വാക്യങ്ങൾ അച്ഛൻ വായിക്കാം. നിങ്ങൾ ബൈബിളുള്ളവർ അത് ഫോളോ ചെയ്യുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം, അതിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും. ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിന് പണം മുടക്കുന്നു, സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു. അതായത് ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ അധ്വാനിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വാക്യമാണ്, ഒരു സൂചനയാണ്. പക്ഷെ അതങ്ങനെ നമ്മുടെ വയറ് നിറയ്ക്കുന്ന ഒരു ഭക്ഷണത്തെക്കുറിച്ചല്ല. തൊട്ടടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഭക്ഷണം എന്താണ്? ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന നമുക്കുള്ള ഭക്ഷണം എന്താണ്? ദൈവവചനം. ഇത് കഴിയുമ്പോൾ കഞ്ഞി തരാം കേട്ടോ. കഞ്ഞിയൊക്കെ ഉണ്ട്, ഉച്ചക്കഞ്ഞിയൊക്കെ ഉണ്ട്. അതിന് മുമ്പ് നമ്മുടെ വയറല്ല, നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന ഈ ആത്മീയ ഭക്ഷണം നമ്മൾ സ്വീകരിക്കണം. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചേക്കുക. ആരുടെ? അച്ഛൻ്റെ ആണോ? അല്ല, ആരുടെ വാക്ക്? നമ്മുടെ ഈശോയുടെ, സ്വർഗത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെ കേൾക്കണം? നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ കേൾക്കുന്ന ഒരു കാര്യവും നമ്മൾ ഒഴിവാക്കരുത്. ഇത് അയാൾക്ക് വേണ്ടി പറഞ്ഞാണ്, ഇത് ഇയാൾക്ക് വേണ്ടി പറഞ്ഞാണ് എന്നൊന്നും ചിന്തിക്കരുത്. ഇത് ആർക്ക് വേണ്ടി പറയുന്നതാണ്? എനിക്ക് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഒന്നും കളയരുത്, ഒന്നും ബാക്കി വെക്കരുത്. നന്നായി ഭക്ഷിക്കുക, വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുക. എവിടെ ഇരുന്ന് കേൾക്കണം? ഈശോയുടെ അടുത്ത് വന്ന് വാക്ക് കേൾക്കുക. നിങ്ങൾ ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്, പേഴ്സണലായിട്ടൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. അച്ഛനത് പലതവണ പരീക്ഷിച്ച് അതിൻ്റെ ഒരു രുചി അറിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ബൈബിൾ എവിടെ വേണേലും ഇരുന്ന് വായിക്കാം അല്ലേ? നമ്മളൊരു യാത്ര പോകുമ്പോൾ ബസ്സിലിരുന്ന് വായിക്കാമോ? നിങ്ങളങ്ങനെ വായിക്കാറുണ്ടോ? ധൈര്യം പോരല്ലേ, കള്ളന്മാരും കള്ളികളൊക്കെയാണ്. നമുക്ക് യാത്രയിൽ വായിക്കാം, നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് വായിക്കാം, നമുക്ക് നമ്മുടെ കട്ടിലയിൽ ഇരുന്ന് വായിക്കാം, ഒരു കസേരയിൽ ഇരുന്ന് വായിക്കാം. നല്ലൊരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടവക ദേവാലയം, ഇല്ലെങ്കിൽ ഒരു ആശ്രമ ദേവാലയം. ഇപ്പം നിങ്ങളിവിടെ വന്നു ചേർന്നിരിക്കുന്ന ഈ ധ്യാന ഹാള്, ഈശോയുടെ സാന്നിധ്യം വളരെ ക്ലോസ് റേഞ്ചിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ഈ ആലയത്തിലും ഇതിനു മുമ്പ് വന്നിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മളെ ഈശോയെ ആരാധിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ പോയി തിരിഞ്ഞാലും നമുക്ക് ഈശോയുടെ സാന്നിധ്യം കാണാൻ പറ്റും. ദിവ്യകാരനെ എഴുന്നള്ളി ചോദിച്ചിട്ടുണ്ട്, എങ്ങോട്ട് തിരിഞ്ഞാലും ഈശോയുടെ കണ്ണെത്തുന്ന ഒരു സ്ഥലമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇത് നമ്മുടെ ഗ്രോട്ടോ ചാപ്പൽ കൊറോണയ്ക്ക് മുമ്പൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിരുന്നു, ഒറ്റയ്ക്ക് രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു റിപ്പയറിംഗ് വർക്കിന് വേണ്ടിയൊക്കെ നമ്മൾ അടച്ചിട്ടു. ഉടനെ അതിൻ്റെ പണി നമ്മൾ പുനരാരംഭിക്കാൻ പോവാണ്. ഈശോ തന്നൊരു നിർദ്ദേശം അനുസരിച്ച് ആദ്യം ആരാധന ചാപ്പൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഉടനെ ചെയ്യാൻ പോവാണ്. ചിക്കത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. കാരണം ആരാധന നടത്തിയാൽ ഈശോ ആ സ്ഥലത്തെ അഭിഷേകം ചെയ്യും, അവിടെ വന്നിരിക്കുന്നവർക്ക് ഇരട്ടി അനുഗ്രഹം നൽകുകയും ചെയ്യും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ആരാധനയുടെ മണിക്കൂറിൽ ആരാധന നടക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് നിങ്ങൾ വചനം വായിക്കാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ധ്യാനം നടക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ധ്യാനം കൂടാൻ പറ്റുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ ആരാധന നടക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഇടവക ദേവാലയമായിരിക്കാം, ഒരു കുഞ്ഞ് ചാപ്പലായിരിക്കാം, അവിടെ പോയിരുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടായിരിക്കും. കുറച്ചു നേരം അവിടെ ചുമ്മാ ഇരിക്കുക, വചനം എടുത്ത് വായിക്കുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുക. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചെന്നി പറയുന്ന പിടികിട്ടുന്നുണ്ടോ? ആരാധനയ്ക്ക് പോയിരുന്നിട്ട് എങ്ങനെ ആരാധിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, സ്തുതിക്കാൻ ഒരു കൃപ കിട്ടിയിട്ടില്ല, അടുത്തിരിക്കുന്നവരൊക്കെ ഭയങ്കര ഒത്തിരി സ്തുതിക്കുന്നു, ഭാഷാവരമുണ്ട്, എനിക്കൊന്നുമില്ല. നിങ്ങൾ പേടിക്കണ്ടെന്നേ. നിങ്ങളെ ഈശോ വിളിച്ചിരിക്കുന്നത് ആരാധിക്കാനാണ്. അവിടെ പോയിരുന്ന് എങ്ങനെ ആരാധിക്കണം? അവിടെ ഇരിക്കുക, വചനം തുറന്നു വെക്കുക, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വാക്ക് കേൾക്കുക. അനുഗ്രഹം എന്താണെന്നറിയോ? തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, നിങ്ങൾ ജീവിക്കും. ഈശോയുടെ അടുത്ത് ചെന്നിരുന്ന് വചനം വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹം, നിങ്ങൾ ജീവിക്കും. ഇപ്പം മരിച്ചിരിക്കുകയാണോ? ആണോ? നമ്മളിങ്ങനെ ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഒരു ലോക്കൽ ലാംഗ്വേജ് പറയുന്നില്ലേ, ഒരു ജീവനില്ല, ഒരു ഉസാറില്ല എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ നമ്മുടെ ആത്മീയ ഒരു വരൾച്ച കാരണമായിരിക്കാം, നമ്മൾ പാപങ്ങൾ കുമിഞ്ഞുകൂടിയതുകൊണ്ടായിരിക്കാം, നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടായിരിക്കാം. ഒരു ജീവനില്ല, ഇങ്ങനെ അങ്ങ് ജീവിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ചത്തിട്ടില്ല, ആരും കൊല്ലാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു. ഒരു ഉഷാറില്ലാത്ത ജീവിതം. എത്രയോ അവസരങ്ങൾ, ഇപ്പം എൻ്റെ മുമ്പിൽ എന്തോരം യുവജനങ്ങൾ ഇരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. ചെറുപ്പത്തിൽ മുതലേ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഉണ്ട്. അച്ഛൻ എത്രയോ പിള്ളേരെ കാണുന്നു. ഒരു കുഞ്ഞു കാരണം മതി, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, പപ്പ ഞുള്ളി, അമ്മ തുറിച്ചു നോക്കി, നിരാശയിലേക്ക് പോവാണ്. ഇതിനകത്തിരിക്കുന്ന വലിയ പിള്ളേരുടെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, കടവരമാണ്.
കുഞ്ഞു കാര്യങ്ങൾ മതി നമ്മൾ നിരാശപ്പെട്ടു പോകാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഒരു ധ്യാനഹാൾ പോലെ ഒരു സ്ഥലത്ത്, ഇങ്ങനെ ആരാധന നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് മനുഷ്യർ വന്ന് അവരുടെ കണ്ണുനീര് ചങ്ക് പൊട്ടി ഒഴുകി പറഞ്ഞിട്ടുണ്ട്, കുറേ സങ്കടങ്ങൾ. അതിനകത്ത് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ. കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറ്റാക്ക് വന്നു പോകുന്ന തരത്തിലുള്ള വിഷമങ്ങൾ. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് രോഗങ്ങളുടെ പിടിയിലായി പോകുന്നു, നിരാശയ്ക്ക് കാരണമുള്ളവർ. ചിലത് വളരെ സില്ലിയായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു റീസൺ ആണോടാ എന്നൊക്കെ ചോദിക്കാൻ തോന്നും. പക്ഷെ അവരുടെ മനസ്സിന് അത് താങ്ങാനുള്ള ശേഷിയുള്ളൂ. ഒരു കുഞ്ഞു വഴക്ക് കേട്ടപ്പോഴേ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളുള്ള നാടാണ് നമ്മുടെ. ഒരു കുഞ്ഞു വഴക്ക് ക്ലാസ്സിന് പുറത്ത് നിർത്തി. നമ്മളൊക്കെ എന്തോരം പുറത്ത് നിന്ന്, ക്ലാസ്സിനകത്തിരുന്നതിനെക്കാട്ടും കൂടുതൽ പുറത്തായിരുന്നു. ചിരിക്കുന്ന എല്ലാവരും ആമേൻ പറഞ്ഞിരിക്കുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. വലതിരോർത്തി ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ജീവനില്ലാത്ത അവസ്ഥ. നമ്മുടെ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ജീവനില്ലാതെ പോയതെല്ലാം, മുരടിച്ചു പോയതെല്ലാം, വാടിപ്പോയതിനെല്ലാം നനയ്ക്കണമേ എന്ന് വെച്ചാൽ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഒരു അഭിഷേകം തന്നെയാണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ ജീവിക്കും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യം എങ്ങനെയാണ്? നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്ന് വാക്ക് കേട്ടാൽ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹം, ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. ഉടമ്പടി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ബൈബിളിൽ ഉടമ്പടി എന്ന വാക്കിൻ്റെ അതിൻ്റെ ഒരു ഫ്രേസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ദൈവം കൊടുത്ത ഉടമ്പടി ഇതാണ് ഇസ്രായേൽ ജനത്തിന്: നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും. ബൈബിളിൽ ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്ത ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഉത്തരം എന്താണ്? ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു. എന്ത്? നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും. അപ്പം നമുക്കത് കിട്ടുമ്പോൾ, നമുക്കത് സ്വീകരിക്കുമ്പോൾ എങ്ങനെ എടുക്കേണ്ടതെന്നറിയോ? നമ്മൾ ഈശോയുടെ അടുത്ത് വന്നിരുന്ന്, ഈ ആലയത്തിൽ വന്നിരുന്ന് ഈശോയുടെ വാക്ക് കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹം ഇതാണ്: ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. നമ്മളെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറയാണ്, നീ എൻ്റെതാണ്, ഞാൻ നിൻ്റേത്. കിട്ടുന്നുണ്ടോ? അത്രയും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഉള്ളിലോട്ട് നിറഞ്ഞാൽ പിന്നെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല എന്നുള്ള സകല പരാതിയും സകല സങ്കടവും തീരും. നമ്മൾ പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ഒരു നിർദ്ദേശം തന്നപ്പോൾ, ഈ കുടുംബത്തിൽ നമ്മളിങ്ങനെ പിച്ചക്കാരാവാറുണ്ട്. നിങ്ങൾക്കത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഉറപ്പായിട്ടും ഉണ്ടാവും. കുടുംബത്തിൽ ഭിക്ഷക്കാരാകാൻ വിധിക്കപ്പെട്ടവർ. ഭിക്ഷക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വല്ലതും തായേ എന്നുള്ള ഭിക്ഷക്കാരല്ല. സ്നേഹം നിങ്ങൾക്ക് അവകാശമുള്ള സ്ഥലമാണ് നിങ്ങളുടെ കുടുംബം. നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, നിങ്ങൾക്ക് സ്നേഹം തരാൻ കടപ്പെട്ടവരാണ്. പക്ഷെ അത് കിട്ടാതെ ഭിക്ഷയാചിക്കുന്ന ജീവിത പങ്കാളി വീട്ടിലുണ്ട്. ഭിക്ഷയാചിക്കുന്ന മാതാപിതാക്കളും മക്കളും ഉണ്ട്. എന്നെ ഒന്ന് നോക്ക്, എന്നെ ഒന്ന് സ്നേഹിക്ക്, എന്നെ ഒന്ന് കേട്ടിരിക്ക്, കുറച്ചു നേരം എൻ്റെ തൊട്ടടുത്തൊന്ന് ഇരുന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി പിച്ച തണ്ടുന്ന മനുഷ്യർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. കിട്ടാതെ പോയ സ്നേഹം. ഒരു ജീവിതം ആരംഭിച്ച്, കുടുംബജീവിതം ആരംഭിച്ച് പെട്ടെന്നൊരു അതിൻ്റെ ആദ്യത്തെ ഒരു കളറൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഞാൻ നിൻ്റേതാണോ എന്ന് ചോദിച്ചു പോയ ജീവിത പങ്കാളികളുണ്ട്. അതിൻ്റെ എക്സ്ട്രീം അനുഭവത്തിൽ ഇനി ഞാൻ നിൻ്റെതല്ല, നീ എൻ്റേതുമല്ല എന്ന് പറഞ്ഞ് സെപ്പറേഷനിലേക്ക് പോയ കുടുംബങ്ങളുണ്ട്. സങ്കടങ്ങളുടെ കഥ നമ്മൾ എന്തോരം കേൾക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു സങ്കടത്തിലൂടെ, നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ഭിക്ഷ യാചിക്കുന്ന ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരം ഈശോയ്ക്ക് ഇന്ന് തരാനുണ്ട്. നീ എൻ്റെ അടുത്ത് വാ, നീ ആദ്യം എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്തിരുന്ന് എൻ്റെ വാക്ക് കേൾക്ക്. ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യാം. നിന്റെ ജീവിത പങ്കാളി നിന്നോട് പറഞ്ഞിട്ടില്ലാത്ത വാക്ക്, നിന്റെ മക്കളോ മാതാപിതാക്കളോ നീ ഹൃദയം കൊടുത്ത് വിശ്വസിച്ചവരോ നിന്നോട് പറഞ്ഞിട്ടില്ലാത്ത വാക്ക് നിന്നോട് കുഞ്ഞെ ഈശോ ഇന്ന് പറയാണ്: നീ എൻ്റെതാടാ, നീ എൻ്റെതാടിയെന്ന്, ഞാൻ നിൻ്റേതും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ആരുമില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കളോ മക്കളോ പ്രിയപ്പെട്ടവരോ ആരും മനസ്സിലാക്കുന്നില്ലടോ. എന്നോട് ഇത് പറയാൻ എനിക്കൊരാളുണ്ട്, എൻ്റെ ഈശോ. ഞാൻ നിൻ്റെതാന്നും നീ എൻ്റെതാന്നും. കുഞ്ഞു മക്കളെ, അച്ഛനൊരു ചേട്ടായിയെ പോലെ നിന്ന് പറയട്ടെ, പപ്പയുടെ മമ്മിയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ വന്ന് കരഞ്ഞ കുഞ്ഞുങ്ങളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ നിങ്ങളുടെ അപ്പനും അമ്മയും സ്നേഹിക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് സ്നേഹിക്കുന്ന, ഒരു കണ്ടീഷനും ഇല്ലാണ്ട് സ്നേഹിക്കുന്ന എ ബ്യൂട്ടിഫുൾ ഗ്രേസ്ഫുൾ പപ്പ നിങ്ങൾക്കുണ്ട്. ആ പപ്പയുടെ പേരാണ് ഈശോ. കിട്ടാതെ പപ്പ നോക്കിയില്ല, അമ്മ നോക്കിയില്ല എന്നും പറഞ്ഞ് കരയുന്ന കുഞ്ഞുങ്ങള്, സ്നേഹം കിട്ടിയില്ല, നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇനി മേലാ കരയരുത്. ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയണം, അവര് സ്നേഹിച്ചില്ലേലും ചാച്ചാ ഇവിടെ ഉണ്ടല്ലോ. ആര്? ഈശോ. കുഞ്ഞു മക്കളും വലിയ മക്കളും എല്ലാം ഓർത്തേക്കണം, നിങ്ങളുടെ സങ്കടങ്ങൾക്കുള്ള, സകല സങ്കടങ്ങൾക്കുള്ള പരിഹാരമാണത്. അപ്പ ഈസ് ദേർ, ഈശോ അവിടെ ഉണ്ട്.
എന്നോടൊരു ഉടമ്പടി ചെയ്ത ദൈവം എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെതാണ്, ഞാൻ നിൻ്റെതാണെന്ന് പറഞ്ഞൊരു ഈശോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു വാഗ്ദാനം യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നൽകുന്ന ഇതാണ്: ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും, ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. എന്തൊരു വാക്കാണത്! ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാണിക്കും. ഇപ്പം അച്ഛൻ ഇവിടെ നിന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാം ഐ ലവ് യു, ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. ചുമ്മാ പറയുന്നത്. പക്ഷെ അത് ഞാൻ ചുമ്മാ പറഞ്ഞാണോന്ന് പോലും നിങ്ങൾക്ക് പിടിയിട്ടില്ല അല്ലെ? നമുക്ക് നന്നായിട്ട് അഭിനയിക്കാമല്ലോ സ്നേഹിക്കുന്നുണ്ടെന്ന്, ഇല്ലേ? നമുക്കെല്ലാം നാഷണൽ അവാർഡ് കിട്ടാൻ പറ്റുന്ന ടൈപ്പ് അഭിനയം നമുക്കറിയാം. സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ അതിനകത്തൊരു ഒരു ഫ്രേസ്, ഒരു വാക്കിങ്ങനെ കിടക്കാണ്: ഞാൻ നിന്നോട് സ്ഥിരമായ സ്നേഹം കാണിക്കും. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആഗ്രഹിച്ചിട്ടുണ്ട് എന്തായാലും. സ്നേഹം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ സ്നേഹിച്ചാൽ പോരാ, 10 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ സ്നേഹിച്ചാൽ പോരാ. നമ്മുടെ എല്ലാ ആഗ്രഹം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്ഥിരമായി സ്നേഹിക്കണം. കിട്ടുന്നുണ്ടോ? ഭിക്ഷക്കാരുടെ ഒരു സമൂഹമാണ് നമ്മൾ, അല്ലേ? നമ്മൾ ഇതിനു വേണ്ടി യാചിച്ചിട്ടുണ്ട് ഒത്തിരി, ഈ സ്നേഹം കിട്ടാൻ വേണ്ടി. പക്ഷെ ദൈവം തരുന്നൊരു വാഗ്ദാനാണ്: ഞാൻ നിന്നോട് സ്ഥിരമായ സ്നേഹം കാണിക്കാം. ആരും തന്നിട്ടുണ്ടാവില്ല, പക്ഷെ നിന്നെ ഞാൻ സ്നേഹിക്കാം. 1 ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ അല്ല, സ്ഥിരമായി. അതും എങ്ങനെയാണെന്നറിയോ? ഒരാളുടെ പേരവിടെ പറയുന്നുണ്ട്. ആരെ പോലെ സ്നേഹിക്കാന്ന് പറയണേ? ദാവീദിനോടെന്ന പോലെ. അറിയാലോ, പാട്ടുകാരൻ മാത്രമല്ല, ജീവിതം കുളമാക്കി കളയേണ്ടതായിരുന്നു. ഈശോ ഒത്തിരി അധികം സ്നേഹിച്ച് തൻ്റെ ഹൃദയത്തോട് ദൈവം ചേർത്ത് പിടിച്ച ദാവീദ് ഒരു മൊമെന്റിൽ തെറ്റുപറ്റി താഴേക്ക് പോയിട്ട് അവിടെ ഇരുന്നോ? ഇല്ല. ശിരസ് മുകളിലേക്ക് ഉയർത്തി, കണ്ണുകൾ മുയറിലേക്ക് ഉയർത്തി 51-ാം സങ്കീർത്തനം ചങ്കിലെ ചോര കൊണ്ട് പാടി: കർത്താവേ, അങ്ങയുടെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ ഇടയാക്കല്ലേ, എനിക്ക് നഷ്ടപ്പെട്ട ചൈതന്യം എനിക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് അയാൾ അനുദപിച്ചു. സങ്കീർത്തനത്തിലെ ഭാഷയിൽ അയാൾ നന്നായിട്ടൊന്ന് ഒഴുകി കുമ്പസാരിച്ചു. അങ്ങനെ കുമ്പസാരിച്ച അയാൾക്ക് കർത്താവ് വീണ്ടും സ്നേഹം കൊടുത്തു. കിട്ടുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ദാവീദിന്റെ പരുവത്തിലാണ്. ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന മനുഷ്യർ എവിടെയൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടി നമ്മൾ ഈ കുഴിയിലേക്ക് വീണു പോയിട്ടുണ്ട്, പാപം ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ ആ പാപത്തിന്റെ കുഴിയിൽ ഇരിക്കുകയല്ല, ഈ കുഴിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കണ്ണുകൾ ഉയർത്തുകയാണ്, ആ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എനിക്കൊന്ന് തിരിച്ചു വരണം, എനിക്ക് ആ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരണം, എൻ്റെ കുടുംബത്തിന് ആ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരണം. അങ്ങയുടെ പരിശുദ്ധൻ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു പോകാൻ ഇടയാവല്ലേ എന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി ഒന്ന് നിലവിളിക്കുമ്പോൾ, ഒന്ന് കുമ്പസാരിച്ച് കഴുകി കയറുമ്പോൾ ആ പഴയ സ്നേഹം അവൻ പിന്നെയും തരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത്: ദാവീദിനോടെന്ന പോലെ നിന്നോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലതിലോർത്ത് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ ശ്രദ്ധിച്ചേ, ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഈ വാക്ക് കേട്ടാൽ 3 അനുഗ്രഹങ്ങളാണ്. 1, നിങ്ങൾ ജീവിക്കും. 2, ദൈവം നിങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമായി മാറും. 3, സ്ഥിരമായ സ്നേഹം. ഈ പാപിയോട്, ഈ കുറവുള്ള എന്നോട് ദൈവം സ്ഥിരമായ സ്നേഹം കാണിക്കും. ഇപ്പോൾ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന, ഇങ്ങനെ ഈ വചനം കേൾക്കുന്ന നമ്മൾ, ആ വചനം പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് യോഹന്നാൻ ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം എടുക്കാം. യോഹന്നാൻ 2:5. നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും: അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അപ്പം അതാ നമ്മൾക്ക് ഇപ്പം യേശയ്യാ പ്രവാചകനിൽ നിന്ന് കേട്ട ആ വാഗ്ദാനത്തിൻ്റെ തുടർച്ചയാണ്. കേൾക്കുക മാത്രമല്ല, വചനം പാലിക്കുന്നവനിൽ എന്ത് സംഭവിക്കുന്നു? കർത്താവിൻ്റെ സ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നു. ഈശോ നമ്മളോട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടയാളമാണ്: 1, നമ്മൾ ജീവിക്കും; 2, അവൻ നമ്മളോട് ഒരു ഉടമ്പടി ചെയ്യും; 3, അവൻ നമ്മളെ സ്നേഹിക്കും. ആ സ്നേഹവും ആ ജീവനുമൊക്കെ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഈ വചനം കേൾക്കുമ്പം മാത്രമല്ല, ആ വചനം പാലിക്കുമ്പോഴാണ്. കിട്ടുന്നുണ്ടോ? വചനം കേൾക്കുമ്പോൾ മാത്രമല്ല, അത് പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ശ്രദ്ധയോടുകൂടി ഇത് കേട്ടിരിക്കണം. എങ്ങനെയാ വചനം പാലിക്കാം? ഇന്ന് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ വചനം പാലിക്കാൻ പറ്റുന്നത് എങ്ങനെ? നമ്മൾ ഈ ഒരുപാട് ധ്യാനങ്ങൾ, ഒരുപാട് ഏകദിന ശുശ്രൂഷകൾ, ഓൺലൈൻ ശുശ്രൂഷകളൊക്കെ കൂടുമ്പോൾ ഒരുപാട് വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് പാലിക്കാൻ ഉള്ള ഒരു വഴിയെക്കുറിച്ച് നമ്മൾ പറയാണ്. യോഹന്നാൻ ശ്ലീഹ തുടർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 5-ാമത്തെ വാക്യം മുതൽ ഒന്ന് ഒരുമിച്ച് വായിക്കാവോ? 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു.
എന്നുവെച്ചാൽ ഈശോയുടെ സ്വന്തമാണെന്നും ഈശോയിലാണ് നമ്മുടെ അഡ്രസ്സ് എന്നും നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മളെ ഐഡന്റിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ വചനം പാലിക്കുമ്പോഴാണ്. വചനം കേട്ടു, ഞാൻ ബൈബിള് കാണാപ്പാഠം പഠിച്ചു, ഞാൻ അതിൻ്റെ ഒരു 5 പ്രതി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി, അത് അവനിൽ വസിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും എന്നുള്ളൊരു അടയാളമാണ്. നിങ്ങൾ 100 വചനം കാണാപ്പാഠം പഠിച്ചു, അത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഞാനിവിടെ 1 മണിക്കൂർ നിന്ന് സംസാരിക്കുന്നു, എൻ്റെ നാക്കിന് വലിയ കുഴപ്പമില്ല, എൻ്റെ കൃപയ്ക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഞാൻ അവനിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടില്ല. ഞാൻ അവനിൽ വസിക്കുന്നു എങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഈ വചനം പാലിക്കണം. കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആത്മവഞ്ചകരാകുമെന്നാണ് സുവിശേഷത്തിന്റെ ഭാഷ്യം. വചനം കേട്ടത് പാലിക്കാത്തവരെ ആത്മവഞ്ചകർ, നമ്മളെ തന്നെ നമ്മൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ യോഹന്നാൻ സ്ലീഹ തുടർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നാം അവനിൽ വസിക്കുന്നു നാം അറിയുന്നു. 6-ാമത്തെ വാക്യം ഒരുമിച്ച് വായിച്ചേ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കും. ഈ ഒരു ഫ്രേസ് എടുത്ത് നമ്മളിന്ന് ചിന്തിക്കാൻ പോവാണ്. അതായത് വചനം പാലിക്കുന്നവർ, ഈശോയെ സ്നേഹിക്കുന്നവർ, ഈ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ, നമ്മുടെ മുമ്പിൽ ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: അവൻ നടന്ന വഴിയെ നടക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വഴിയെക്കുറിച്ച് ഇത് പറയുന്നത് എന്താണെന്നറിയോ? ബൈബിൾ നിങ്ങളൊന്ന് നന്നായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മതി. വളരെ കൗതുകകരമായ ഒരു ബിബ്ലിക്കൽ നോളജ് നമുക്ക് കിട്ടുന്നൊരു കാര്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം ഏത് അധ്യായത്തിലാണ് ഇങ്ങനെ നമ്മൾ കാണുന്നത്? അന്ത്യോക്യയിൽ വെച്ചാണ് അവർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? സഭയിൽ ആദ്യമായി രൂപം കൊണ്ട ആ കൂട്ടായ്മ, യഹൂദരിൽ നിന്നും വിജാതിയിൽ നിന്നും രൂപം കൊണ്ട ആ പുതിയ കൂട്ടായ്മയെ അന്ത്യോക്യയിൽ വെച്ചാണ് അവർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. നിങ്ങളത് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? അപ്പോസ്തല പ്രവർത്തനം അതിനകത്തുണ്ട്. അതിനു മുമ്പ് അവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പീപ്പിൾ ഓഫ് ദ വേ, വഴിയെ പോകുന്നവർ എന്നാണ്. ആരുടെ വഴിയെ? അതിൻ്റെ ഒരു അവിഞ്ഞ രൂപമാണ് നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എത്ര പോസിറ്റീവായ ഒരു രീതിയിലല്ല, മാർഗം കൂടിയവരെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഏത് മാർഗമാണ്? ക്രിസ്തു മാർഗം. മാർഗത്തിൻ്റെ മറ്റൊരു വാക്ക് വഴി. ദ പീപ്പിൾ ഓഫ് ദ വേ, ഈ വഴിയെ നടന്നവർ. ഏത് വഴിയെ? ഈ യഹൂദരുടെ വഴിയിൽ നിന്ന് മാറി മിശിഹായുടെ വഴിയെ നടന്നവർ. അവരെ ആദ്യകാലത്ത് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് പീപ്പിൾ ഓഫ് ദ വേ, ഈ വഴി തെരഞ്ഞെടുത്തവർ. അന്ത്യോക്യയിൽ വെച്ച് അവർക്കൊരു പേര് കിട്ടി, എന്ത്? ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു. അപ്പം നമ്മുടെ എല്ലാം ബേസിക്കായിട്ട് ഏറ്റവും അങ്ങേ അറ്റത്തെ പാരമ്പര്യം ചെന്നെത്തി നിൽക്കുന്ന എവിടെയാണ്? വഴിയെ നടന്നവർ. ആരുടെ വഴിയെ? ഈശോയുടെ വഴിയെ. നമ്മളെ ഈശോ വിളിച്ചിരിക്കുന്നത് വഴി, ഈ ക്രിസ്തു മാർഗം. ഒരു വഴി ഈശോ കാണിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്ലീഹ പറയാണ്, അവന്റെ വചനം പാലിക്കുന്നവർ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ, നമ്മൾ എന്ത് ചെയ്യണം? അവൻ നടന്ന വഴിയെ നടക്കണം. ഈശോ വലിയൊരു ആഹ്വാനം ഇങ്ങനെ തന്നു, വലിയൊരു പ്രഖ്യാപനം ഇങ്ങനെ നടത്തി, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈ വഴി കൂടെ ജീവിച്ചാൽ, ഈ വഴി കൂടെ നടന്നാൽ നിത്യജീവനിൽ എത്തും. ആ വഴിയിൽ നിന്ന് മാറി നടന്നാൽ നമ്മൾ കുഴിയിൽ വീഴും. ഈശോ ആണ് ആ ഏക വഴി. ആ വഴിയെ നടക്കുന്ന നമ്മളെ, ആ വഴിയെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം, വി ആർ ക്രിസ്ത്യൻസ്, നമ്മൾ ക്രിസ്ത്യാനികളാണ്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. ആ വഴിയെക്കുറിച്ച് പഴയ നിയമത്തിൽ ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. പഴയ നിയമം ആ വഴിയെ വിളിക്കുന്നത്, ഞാൻ വായിച്ചു നോക്കുന്ന കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം ഇതാണ്. ഈ വഴിയെ, അതായത് ഈശോയുടെ പിന്നാലെ നടക്കുന്ന നമ്മുടെ ആ വഴിക്ക് ഒരു പേര് പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. ദ വേ ഓഫ് ദ സെയിൻസ്, വിശുദ്ധരുടെ രാജവീതി. എന്താണ് വഴിയുടെ പേര്? വിശുദ്ധരുടെ രാജവീതി. എന്ന് വെച്ചാൽ ഇബ്രാസ്യാമ, അൽഫോൻസാമ, പിന്നെ അന്തോണീസ് പുണ്യാളൻ, ഇവർ നടന്ന വഴി എന്നുള്ള ഒരു അർത്ഥത്തിലല്ല. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിലും പൗലോസ്ലീഹയുടെ ഒരു ലാംഗ്വേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ പൗലോസ്ലീഹ വിശുദ്ധരെന്ന് വിളിക്കുന്ന ആരെയാണ്? സഭയിലെ വിശ്വാസികളെല്ലാം, ഈ ക്രിസ്തു മാർഗത്തിൽ നടക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും പൗലോസ്ലീഹ വിളിക്കുന്നത് എന്താണ്? വിശുദ്ധർ. അങ്ങനെയെങ്കിൽ ക്രിസ്തു മുൻപിൽ, ഈശോ മുമ്പിൽ, അവന്റെ വഴിയെ നമ്മൾ നടക്കണം. ആ വഴിക്ക് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന ഒരു പേരാണ് വിശുദ്ധരുടെ രാജവീതി, ദ വേ ഓഫ് ദ സെയിൻസ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം. ആ വഴി, ആ വഴിയുടെ പേര്, ആ വഴിയുടെ പ്രത്യേകത, ആ വഴിയെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില കൃപ, പ്രൊട്ടക്ഷൻ ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. 35-ാമത്തെ അധ്യായം, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം, അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. 1-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ പേഴ്സണലായിട്ട് വായിച്ചാൽ മതി. 8 മുതലുള്ള വാക്യങ്ങൾ ആ വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 35:8, ഏശയ്യാ 35:8. അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും, വിശുദ്ധ വീതി എന്നത്
വിളിക്കപ്പെടും. ദ ഹോളി വേ, വിശുദ്ധരുടെ വഴി, ദ വേ ഓഫ് ദ സെയിൻസ്, അതൊരു രാജവീതി ആയിരിക്കും എന്നത് വിളിക്കപ്പെടും. ഇനി അതിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചേ. അശുദ്ധർ അതിലൂടെ നടക്കില്ല. എൻ്റെ കാര്യം എന്താണ്? ആ വഴി എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിശുദ്ധ വീതി. ആർക്ക് നടക്കാനുള്ളതാണ്? നമുക്ക് നടക്കാനുള്ളതാണ്. അശുദ്ധർക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. നിങ്ങളിൽ ആരും അതില്ലെന്ന് കരുതുന്നു? ഇല്ല, നമ്മുടെ വഴിയാണ്. ഇനി ബോഷർക്ക് പോലും അവിടെ വഴിതെറ്റില്ല, അവിടെ സിംഹം ഉണ്ടായിരിക്കില്ല. ഒരുമിച്ച് വായിച്ച 9-ാം വാക്യം. ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല, അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു നിൽക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു വഴി സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. മുമ്പിൽ ഈശോ. പൗലോസ്ലീഹയൊക്കെ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയില്ലേ, മുമ്പിൽ ആരാണ്? ഈശോ. പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. പിന്നിൽ സങ്കടങ്ങളും കളിയാക്കലുകളും സ്നേഹം കിട്ടാത്ത അവസ്ഥയും കുടുംബ പ്രശ്നങ്ങളും കടബാധ്യതകളും നമ്മൾ തന്നെ കാണിച്ചു കൂട്ടിയ തല്ലിപ്പൊളിത്തരങ്ങളും പൊട്ടത്തരങ്ങളും പാപങ്ങളും കുറവുകളും എല്ലാം ഉണ്ട്. അതൊക്കെ പുറകിലുണ്ട്. മുമ്പിൽ ആരാണ്? ഈശോ. സൈഡിൽ ആരാണ്? നൺ ഓഫ് യുവർ ബിസിനസ്. നമ്മുടെ പരിപാടി അല്ല. കാരണം നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല. നമ്മൾ എങ്ങോട്ട് നോക്കുന്നു? മുമ്പിലോട്ട്. ഈശോ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഒരു വഴി അവിടെ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ? മുന്നേറാൻ ഒരു വഴി വേണ്ടേ? അതാണ് വിശുദ്ധരുടെ രാജവീതി. മുൻപിൽ ഈശോ, അതിൻ്റെ പിന്നാലെ, ഈശോയുടെ പിന്നാലെ നമ്മൾ ഇങ്ങനെ സങ്കടങ്ങൾ ഒരു സൈഡിൽ, പാപങ്ങൾ ഒരു സൈഡിൽ, പുറകിൽ ഒരു കഴിഞ്ഞ കെട്ട കാലം എല്ലാം മാറ്റിവെച്ച് എൻ്റെ മുമ്പിൽ ഈശോയാണ്. ആ ഈശോയെ നോക്കി നമ്മളിങ്ങനെ പടപടേന്ന് അങ്ങ് നടക്കുകയാണ്. തളർത്തി കളയാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാകാം. വളവുകളും തിരിവുകളും ഉണ്ടാകാം. ഹമ്പുകളും ഡിപ്പുകളും ഉണ്ടാകാം. പക്ഷെ മുമ്പിൽ ആരാണ്? ഈശോ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. കാരണം ഈ അപ്പുറം ഇപ്പുറയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഈ നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ബിസിനസ് അതാണ്, അല്ലേ? അവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ പ്രശ്നങ്ങൾ, പുറകത്തെ ഒരു കെട്ടകാലം എല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിൻ്റെ എതിരെ കണ്ണടച്ച് പിടിക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തും, എന്നെ അസ്വസ്ഥപ്പെടുത്തും. നാളെ എന്ത് ചെയ്യും, ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യും എന്നൊക്കെയുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ട്. പക്ഷെ അങ്ങോട്ട് നോക്കിയിരുന്ന ആ ഇരിപ്പങ്ങ് ഇരിക്കും. നടക്കാൻ പറ്റില്ല. വ്യത്യാസം പിടികിട്ടുന്നുണ്ടോ? അങ്ങോട്ട് നോക്കിയിരുന്നാൽ നമ്മൾ അവിടെ അങ്ങ് ഇരുന്ന് പോവും, മുരടിച്ചു പോവും. നമ്മളെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കുഞ്ഞു കുഴിക്കകത്ത് കൊണ്ടിടും. എന്നെപ്പോലെ ഒരാൾ വന്നിട്ട് ഇച്ചിരി കുന്തിരിക്കിടും. അങ്ങനെ അവസാനിക്കാനുള്ളതല്ലല്ലോ. ജീവിക്കാനും ദൈവത്തിൻ്റെ സ്വന്തമാകാനും അവൻ്റെ സ്നേഹത്തിൽ ആ വഴിയെ നടക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ വഴിയുടെ മുമ്പിൽ ഈശോ. സൈഡിലുള്ളതും പിന്നിലുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ ഈശോയെ നോക്കി ഈ വളവും തിരിവും ഒക്കെ ഉണ്ടെങ്കിലും ആ വളവിനെയും തിരിവിലൂടെയും നേരെ വഴി വരയ്ക്കാൻ പറ്റുന്ന കർത്താവിനെ നോക്കി നമ്മൾ മുമ്പോട്ട് പോകും. ഇത് നിങ്ങളുടെ കുടുംബ സാഹചര്യമായിട്ട് ചേർത്ത് ചിന്തിക്കുക. ഈ കുടുംബത്തിൻ്റെ മുമ്പിൽ, ഈ അസ്വസ്ഥതകളുടെ മുമ്പിൽ ഈശോയെ വെക്കുക. ഒരുമിച്ച് ചേർത്തത് ഈശോയാണല്ലോ. ഇങ്ങനെ ഒരാളെ കാണിച്ചു തന്ന ഈശോയാണല്ലോ. ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് ജനനം അനുവദിച്ചത് ഈശോയാണല്ലോ. ആ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ അനുവദിച്ചത് കർത്താവാണ്. കർത്താവ് അറിയാണ്ടൊന്നും സംഭവിച്ചിട്ടില്ല, ഇനിയൊന്നും സംഭവിക്കില്ല. ഇതുവരെ നടത്തിയവൻ എന്നെ നടത്തിക്കൊള്ളും. വഴി വെട്ടിത്തന്നവൻ മുമ്പോട്ട് വെക്കാനുള്ള സ്റ്റെപ്പും കാണിച്ചു തരും. ഒരൊറ്റ കാല് വെക്കാനുള്ളൊരു വെട്ടം തരും. ആ വെട്ടത്തിൽ കാലെടുത്ത് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, കർത്താവിനറിയാലോ. കുഴിയിലോട്ട് വീണാലും അവൻ താങ്ങിക്കൊള്ളൂന്നേ. അതുകൊണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങളോ ബന്ധങ്ങളിലെ വിളർച്ചകളോ എല്ലാ സങ്കടങ്ങളും സൈഡിലേക്ക് ഇരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ ഈശോ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ വഴിയിലൂടെ നടക്കുന്നവർക്ക് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. ദുഃഖമില്ല, മുറവിളികളില്ല, സങ്കടങ്ങളില്ല, അവിടെ ഹിംസ്ര ജന്തുക്കളില്ല, അസ്വസ്ഥതകളില്ല. ഇത് വിശുദ്ധരുടെ രാജവീതിയാണ്. ഉച്ചത്തി പറ ഹല്ലേലൂയ. അതായത് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇപ്പം, പ്രത്യേകിച്ച് ഇന്നീ ദിവസം നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ അവസ്ഥ, നമ്മൾ ഏത് വഴിയിലാണെന്ന് ചിന്തിക്കുന്നതല്ലാണ്. വിശുദ്ധരുടെ രാജവീതി കൂടെ നടക്കേണ്ടവരാണ്. അശുദ്ധർക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളൊന്ന് പേഴ്സണലി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പല പ്രാർത്ഥനാ നിയമങ്ങളും സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളു ശുദ്ധമാണോ, നമ്മൾ ഈ വഴിയിൽ തന്നെയാണോ എന്ന് ചിന്തിക്കണം. വഴി തന്നെയാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം. റേഷൻ കടയിൽ പോയിട്ട് നിങ്ങൾ ബലൂണിന് വില ചോദിച്ചിട്ട് കാര്യമില്ല. ബലൂണിന് വില ചോദിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു കടയിൽ പോകണം. റേഷൻ കടയിൽ നിങ്ങൾക്ക് എന്നാ കിട്ടും? ഞാൻ റേഷൻ മേടിക്കാറില്ല, നിങ്ങൾ പറ.
അരിയും പിണ്ണാക്ക് കിട്ടുമോ, പച്ചരി, എന്തൊക്കെ മണ്ണെണ്ണയൊക്കെ കിട്ടും, പഞ്ചസാരയൊക്കെ കിട്ടും. അവിടെ പോയിട്ട് നിങ്ങൾ ബലൂണിൻ്റെ വില ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടില്ല. അയാൾ നിങ്ങൾക്ക് എന്തോ കിളി മാറി നിൽക്കാന്ന് വിചാരിക്കുള്ളൂ. അതായത് ഈ രാജവീതി നടന്നാലേ ഈ അനുഗ്രഹം നിങ്ങൾ ചോദിക്കാവുള്ളൂ. അവിടുന്ന് മാറി നിൽക്കുന്നവർ റേഷൻ കടയിൽ പോയിട്ട് ബലൂൺ ചോദിച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വിളി ഏത് വഴിയിലേക്കുള്ള വിളിയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ സമയം ഓർത്തേക്കണം. നമ്മുടെ വിശുദ്ധ ജീവിതം വളരെ പ്രധാനമാണ്. ഇത് പേരൻസ്, കുഞ്ഞുങ്ങൾ, പ്രായമായവർ ഏത് അവസ്ഥയിലാണേലും ഞാൻ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്, നിങ്ങൾ അതിന് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട്, ദാറ്റ് ഈസ് യുവർ ബിസിനസ്. നിങ്ങൾ കർത്താവിൻ്റെ വഴിയിലാവുക, ബാക്കി കർത്താവ് നോക്കിക്കോളും. പക്ഷെ നമ്മളിപ്പോൾ ആ വഴിയിലല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് പൗലോസ്ലീഹ ഒരു ആഹ്വാനം തരുന്നുണ്ട്. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാം വാക്യം. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നമ്മളവിടെ ഇങ്ങനെ വായിക്കും. പൗലോസ്ലീഹ വലിയൊരു ആഹ്വാനം നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു വലിയ വിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഈശോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിനാണ്, തൻ്റെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. നമ്മളിങ്ങനെ ഈ സങ്കടം പറയാറുണ്ട്, ഈശോയെ ഞാൻ ഇത്രയും കാലമായി ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഇത്രയും കാലമായി ഞാൻ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഒരു സൊല്യൂഷൻ അന്വേഷിച്ച് ഞാൻ മുട്ട കുത്തി നിൽക്കുന്നു, കരയുന്നു. വാട്ട് ഈസ് ഇൻസൈഡ് യു? എന്താണ് ഉള്ളിൽ സംഭവിക്കണത്? നമുക്കൊരു 1000 ധ്യാനങ്ങൾ കൂടാം. നമുക്ക് ഈ ഇവിടെ വെച്ചിരിക്കുന്ന സ്പീക്കർ സിസ്റ്റത്തെക്കാൾ ശബ്ദത്തിൽ നമുക്ക് ഹല്ലേലൂയ പാടാം. ബട്ട് ഈ അകത്തിരുന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിനക്കും അറിയാം, ഈശോയ്ക്കും അറിയാം. ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പരിശ്രമിക്കണം. ഇത് കേൾക്കുമ്പോൾ അത്ര സുഖകരമൊന്നും അല്ല. ഞാനിപ്പം പശുവിന് കറവ കൂടാൻ വേണ്ടി 7 വചനം പറഞ്ഞു തന്നാൽ നല്ല സുഖമായിരിക്കും, അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ഉള്ളിലെ വിശുദ്ധി. പ്രത്യേകിച്ച് നിങ്ങളിത് ശ്രദ്ധിക്കണം. നിങ്ങൾ എവിടെ ധ്യാനത്തിന് പോയാലും, എവിടെ ഒരു ശുശ്രൂഷ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഒക്കെ കേൾക്കുമ്പോഴും ഈ പാപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, വിശുദ്ധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടോ? എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ട്. നമ്മൾ ഈ രാജവീതിയിലല്ല. ബാക്കിയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമാണ്. ആ വിശുദ്ധ ഇങ്ങനെ പറഞ്ഞു, ഈ വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു. ഞാനിത് പറയുന്ന അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് അത് പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടം. പക്ഷേ നിങ്ങളോട് വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ, പാപത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം തൂങ്ങുന്നു, നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നു. ഓ, ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ലേ എന്ന് തോന്നുന്നു. ദെയർ ഈസ് സംതിങ് റോങ് ഇൻസൈഡ് യു. എന്തോ ഒരു പ്രശ്നമുണ്ട്. രാജവീതിയിലല്ല. കാരണം നമ്മളെ ഇത് ബാധിക്കുന്നില്ല, ഇത് എൻ്റെ കാര്യമല്ലെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്നുകിൽ ഇപ്പോൾ രൂപക്കൂട്ടിലേക്ക്, ഇല്ല നേരെ സ്വർഗത്തിലേക്ക്. എന്താണോ കർത്താവിൻ്റെ ഓപ്ഷൻ, അങ്ങനെ എടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട്. രാജവീതിയിൽ നിന്ന് മാറി അശുദ്ധ വീതിയിൽ നടക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അസ്വസ്ഥത നിറഞ്ഞ ആ കുടുംബത്തിൽ പാപത്തിൻ്റെ ഒരു കൊടി കൂടി നമ്മൾ നാട്ടിയിട്ടുണ്ടോ എന്ന് ശരിക്ക് ചിന്തിക്കണം. നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങൾ കുഞ്ഞുങ്ങൾ, ജീവിത പങ്കാളി, നിങ്ങളുടെ ആ ബന്ധങ്ങൾക്കിടയിൽ പാപത്തിൻ്റെ ഒരു കൊടി നിങ്ങൾ നാട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാജവീതിയല്ല, നിങ്ങൾ ആ രാജാവിൻ്റെ കൂടെയല്ല, തിന്മയുടെ കൂടെയാണ്. തിരിച്ചു വരാൻ ഒരു ആഹ്വാനം കൂടെയാണ് ഈശോ ഈ സമയം നിങ്ങൾക്ക് തരുന്നത്. കുമ്പസാരത്തിലൂടെ, അനുതാപത്തിലൂടെ ഈശോയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. നിങ്ങളുടെ കുടുംബത്തിലെ സകല പ്രശ്നവും, നിങ്ങളുടെ ബന്ധങ്ങളിലെ സകല പ്രശ്നവും ഈശോ മാറ്റിക്കോളും. ഐ ഗ്യാരണ്ടി യു. ഞാൻ നിങ്ങളോടത് പ്രഖ്യാപിക്കുകയാണ്, ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഈശോയുടെ വഴിയിലേക്ക് വാ. പിന്നെ നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം സ്വർഗത്തിൻ്റെതാണ്. യു ആർ അണ്ടർ ഗോഡ്സ് ഗൈഡൻസ്. സ്വർഗത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം. നിങ്ങളുടെ ആത്മീയ ഗുരുവിനോ നിങ്ങളെ ധ്യാനിപ്പിച്ച ആൾക്കോ അല്ല, ഈശോയുടെ ഉത്തരവാദിത്തമാണ്. അത് അവൻ നോക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വഴിതെറ്റി നടക്കാൻ, കം ബാക്ക്, മാർഗത്തിലേക്ക് തിരിച്ചു വരിക. ഇവിടെ യാക്കോബ് സ്ലീഹ ഇങ്ങനെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്, വഴി തെറ്റരുതെന്ന്. സഹനങ്ങൾ വന്നാലും, വേദനകൾ വന്നാലും, പാപങ്ങൾ പ്രലോഭിപ്പിച്ചാലും, സാത്താൻ നിങ്ങളെ ഇട്ട് ഉഴറ്റിയാലും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഐ ആം പാർട്ട് ഓഫ് എ വേ. ഞാനൊരു വഴിയുടെ ഭാഗമാണ്, ക്രിസ്തു മാർഗത്തിന്റെ, രാജവീതിയുടെ, വിശുദ്ധ വീതിയിൽ നടക്കേണ്ടവളാണ് ഞാൻ. അത് മാറിപ്പോയാൽ നമ്മൾ സാത്താന്റെ പിടിയിലാവും, തിന്മയുടെ പിടിയിലാവും. പിന്നെ തിരിച്ചു കയറി വരണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം, കുടുംബത്തിന് വേണ്ടി. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പൊ കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കള് സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്ന ഓർത്ത് സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളോട് പറയട്ടെ, പൊതുവായിട്ട്
ഈ പ്രശ്നം മാറാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചില്ലേ? അപ്പനും അമ്മയും ഒരുമിക്കട്ടെ, ജീവിത പങ്കാളികൾ ഒരുമിക്കട്ടെ, മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ, അവരുടെ ദുശീലം മാറട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു അഭ്യർത്ഥന പോലെ പറയട്ടെ, നിങ്ങൾ ഇന്ന് ഈ ദിവസം മുതൽ അവർ വിശുദ്ധരാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ എല്ലാത്തിനും ഉത്തരവായി. വിശുദ്ധരായാൽ ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമോ? വിശുദ്ധരായാൽ ഈ കുഞ്ഞുങ്ങൾ വഴി തെറ്റി നടക്കുമോ? ഇല്ല. പക്ഷെ നമ്മൾ അത് പ്രാർത്ഥിക്കുന്നില്ല. അറിഞ്ഞൂടാ നിങ്ങളിൽ അങ്ങനെ അങ്ങനെ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. പക്ഷെ നിങ്ങളത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, അവരുടെ ദുശ്ശീലങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ പ്രശ്നം മാറാനല്ല, അവർ വിശുദ്ധരാവാൻ, അവർ ഈ വഴിയിലോട്ട് തിരിച്ചു വരാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നീ ആ വഴിയിലാണോ നോക്കണം. നീ ആ വഴിയിലാണെങ്കിലേ ആ വഴിയിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് വരാൻ നിനക്ക് പറ്റുള്ളൂ, പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. ഇല്ല, ഈശോ ചോദിക്കും, വേർ ആർ യു? നീ ഇപ്പം എവിടെയാണ്? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്നാ ചെയ്യും? നിന്റെ അവസ്ഥ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു സമയം നിങ്ങൾ പ്രത്യേകമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ അതിനൊരു ബ്രേക്കോ അതിനൊരു ഗ്യാപ്പോ വേണ്ട. നൗ ദിസ് മൊമെന്റ്, ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണ്. ഇന്നത് നിങ്ങൾ കേൾക്കണം, നമ്മളിത് ഒരുമിച്ച് ചിന്തിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണ്. ഈ സമയം നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഈശോ കൊടുത്ത് അവർ വിശുദ്ധരാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം മനസ്സിലൊന്ന് കണ്ടേ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രായമായവരെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളെ കൊടുത്തേ. അവർക്ക് വേണ്ടി നമ്മൾ പല നിയോഗങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മളൊരു കൂട്ടായ്മയായി നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് വിശുദ്ധി നിറയാൻ, ഒപ്പം തന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ വിളിച്ചു ചേർത്ത നമ്മളിലേക്ക് വലിയൊരു വിശുദ്ധി, കർത്താവ് ദാനമായി നൽകുന്ന വലിയൊരു വിശുദ്ധി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കയ്യെ പിടി. നമുക്കൊരു വഴിയെ നടക്കണം എന്ന് പറ. നമുക്കൊരു വഴിയെ നടക്കണം എന്ന് പറഞ്ഞു. കയ്യെ പിടിച്ച് പറ. ഓ, നിങ്ങളോട് തല്ലാനും ഇടിക്കാനും നല്ല പറഞ്ഞു. ഏത് വഴിയാ? പെരുവഴി ആണോ? അല്ല, ഏത് വഴി? ഈശോയുടെ വഴി, രാജവീതി, വിശുദ്ധരുടെ വീതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഈ ഒരു വിശുദ്ധിയുടെ വഴിയിൽ നമുക്കിപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് നോക്കിയാൽ നമ്മുടെ ഈ കുറവുകളൊക്കെ നിൽക്കുമ്പോഴും നമുക്കിന്നൊന്ന് തിരിച്ചു വരാൻ വേണ്ടി ഒത്തിരി സാഹചര്യങ്ങൾ ഈശോ ഒരുക്കും. അങ്ങനെ ഒരു സാഹചര്യമാണിത്. നമ്മൾ ഈ ധ്യാനം കൂടുന്നത്, നമ്മൾ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ ആരാധിക്കുന്നതൊക്കെ നമുക്കങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ഈശോ വഴിയൊരുക്കാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നില്ലേ, 30-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളൊക്കെ. നീ നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. എന്ത്? ഇതാണ് വഴി, ഇതിലേ പോവുക. അത് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവ് എവിടെ നിന്നാണ്? ഒന്നുകിൽ നമ്മൾ ആരാധനയ്ക്ക് പോയിരിക്കുക, ഇല്ലേ വചനം വായിക്കുക, വചന ശുശ്രൂഷ നടക്കുന്ന ഇടങ്ങളിലിരിക്കുക, പേഴ്സണൽ പ്രാർത്ഥനകൾ നടത്തുക. ആ സമയത്ത് പറഞ്ഞുതരും ഇതാണ് വഴി, ഇതിലേ പോവുക. എന്ന് വെച്ചാൽ നീ ഇപ്പം പോകുന്ന വഴി ശരിയല്ല, നീ തിരിച്ചു വാ. കാരണം ഇത് പോയി എവിടെ വീഴും? വലിയൊരു ഗർത്തത്തിലേക്ക് വീഴും, വലിയൊരു കൊക്കയിലേക്ക് നീ വീഴും. തിരിച്ചു കയറ്റാൻ പറ്റില്ല. കാരണം നീ വീണത് ആരും അറിയുന്ന പോലുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ അതല്ലേ. നമ്മുടെ ജീവിത പങ്കാളിക്ക് പോലും അറിയത്തില്ലാത്ത ഒരു പുഴുക്കുത്തുള്ളി കിടപ്പുണ്ടാവേ. സങ്കടമായോ? നമ്മുടെ പേരൻസിന് അറിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഇത്രയും മോശപ്പെട്ട ഒരാളാണ് ഞാനെന്ന്. നീ വീണ് കിടക്കുന്ന കൊക്ക നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈശോയ്ക്കും അറിയാം. അവൻ കൈനീട്ടി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആത്മാവ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, കയറി വാ, ഇതാണ് വഴി, ഇതിലേ പോ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ഈശോ ഒരുക്കുന്ന കുറേ സാഹചര്യമുണ്ട്. ഒന്നാമത്തെ സാഹചര്യം എല്ലാം ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നുവെച്ചാൽ നമുക്കൊക്കെ ഒരു ഭാഗ്യമുണ്ട്. നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നൊരു ഭാഗ്യം, ഒരു അനുഗ്രഹം. നമ്മുടെ ഒന്നും കഴിവുകൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. നിങ്ങൾ കണ്ടില്ലേ, ചില പിള്ളേർ നല്ല മിടുക്കരായിട്ടങ്ങ് വളരും. വലിയ ഫോർമേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിലും അവർ നല്ല സൽസ്വഭാവികളായിട്ട് അനുസരണമുള്ളവരായിട്ടൊക്കെ വളരും. അവരെ കല്യാണം കഴിച്ച് വിടുന്നിടത്ത് അവർ കല്യാണം കഴിക്കുമ്പോൾ, അവരൊരു പുതിയ കുടുംബം സ്ഥാപിക്കുമ്പോഴൊക്കെ അവർ ബേസിക്കലി വിശുദ്ധരായിരിക്കും. അവർക്ക് കിട്ടിയ ജീവിത പങ്കാളി മഹാതല്ലിപ്പൊളിയാണേലും അവരവസാനം വരെ വിശുദ്ധരായിട്ട് ജീവിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ തന്നെ അത് ബേസിക്കലി വിശുദ്ധരാന്ന് തോന്നില്ലെങ്കിൽ വചനം കേൾക്കാനൊക്കെ ഇരിക്കുമോ? നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യൂ, ഞാൻ കൊള്ളാം എന്ന് പറയൂ. നിങ്ങൾ വിശുദ്ധരാണ്, ഒരു വിശുദ്ധരുടെ വഴിയിലൊക്കെയാണ്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ധ്യാനത്തിൽ നിന്ന് വന്ന് ഇരിക്കില്ല. ഇപ്പോൾ ഒരു ബേസിക്കായിട്ടൊരു കുടുംബാന്തരീക്ഷം, ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയുള്ളൊരു വീട്, അമ്മച്ചി അപ്പച്ചനും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചു. ബേസിക്കായിട്ടുള്ള കാറ്റക്കിസം വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. കൃത്യമായിട്ട് വേദപാഠ ക്ലാസ്സിൽ വിട്ടു. നല്ലൊരു അന്തരീക്ഷത്തിൽ, നല്ലൊരു ഇടവകയിലും നല്ലൊരു കുടുംബത്തിലും ഒക്കെ നമുക്ക് വളരാൻ സാധിച്ചു. അതായത് ഈശോ ഒരു കൃപയുടെ തടാകത്തിനടുത്ത്, ഒരു കൃപയുടെ നദിക്കരികെ നമ്മളെ കൊണ്ട് നട്ടു.
നമ്മുടെ കഴിവുകൊണ്ടല്ല, അവൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ പദ്ധതിയിൽ അവൻ നമ്മളെ കൊണ്ട് നട്ടു. അപ്പം നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി, പാപസാഹചര്യങ്ങളുണ്ടായി, എന്നാലും നമ്മൾ ആ വിശുദ്ധിയുടെ പാതയിൽ നടന്നു. ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ചിലപ്പോൾ നല്ല ദൈവവിളികൾ ഉണ്ടാകാം, പ്രേക്ഷിതരുണ്ടാകാം, വിശുദ്ധരായ മക്കളുണ്ടായി വരാം. ബേസിക്കായിട്ട് ആ കുടുംബം അങ്ങനെയാണ്. ചില കുടുംബങ്ങൾ നമ്മൾ കാണുമ്പോൾ പറയും, ഈ വീട്ടിലെ ഈ കൊച്ചു വിശുദ്ധനാകും കേട്ടോ. രണ്ടാമത്തെ ഒരു സാഹചര്യമുണ്ട്, ചില കുടുംബങ്ങൾ, നിങ്ങളാരും അതിനകത്ത് പെടുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ടാമത്തെ ഒരു കുടുംബ സാഹചര്യം എന്ന് വെച്ചാൽ, ആദ്യത്തേത് ഇങ്ങനെയാണ്, ബേസിക്കലി ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. രണ്ടാമതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പാപികളൊന്നുമല്ല. ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, മന്ദോഷ്ണത ബാധിച്ചവർ. ചൂടുമില്ല, തണുപ്പുമില്ല. കുർബാനയുണ്ടോ? കുർബാനയുണ്ടോ? ഇടവകപ്പള്ളിയിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടോ? മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലേ. ധ്യാനമുണ്ടോ? ധ്യാനം ഉണ്ടല്ലേ. വീട്ടിലൊരു ബൈബിളും ഉണ്ടാവും, അതവിടെ ഇരിക്കും. മന്ദോഷ്ണത. പ്രാർത്ഥിക്കാനും പറ്റിയൊരു നല്ല അന്തരീക്ഷം വീട്ടിലുണ്ടാവും. നല്ല വലിയ ഗജാങ്കൂടം വീടുണ്ടാവും, നല്ലൊരു പ്രാർത്ഥന മുറി, നാട്ടുകാർ വരുന്നവർക്ക് കണ്ട് സൂപ്പർ ഡെക്കറേഷൻ ആട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന മുറി ഉണ്ടാവും. പക്ഷെ ഞമ്മത്തവിടെ മുട്ടും കുത്തി നിന്നിട്ടുണ്ടാവില്ല. മന്ദോഷ്ണത, അതായത് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന തരത്തിൽ പാപത്തെക്കുറിച്ചും മൈൻഡ് ചെയ്യുന്നില്ല, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല, ജീവിത പങ്കാളിയുടെ ആത്മീയത, മക്കളുടെ ആത്മീയത, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചക്കക്കൂട്ടാൻ ഇങ്ങനെ ഇരിക്കും. കർത്താവ് വലിയ ഭീഷണിയോടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ. ചൂടും തണുപ്പും ഇല്ലാത്തതുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ തുപ്പുന്നു, നിന്നെ ഞാൻ തുപ്പിക്കളയും. മനസ്സിലായാ? അപ്പം ഈശോയോട് പോയിട്ട് ഏട്ടായി കോഫി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഈശോ തുപ്പും നീ കോഫിയും കൊണ്ട് ചെല്ലുമ്പത്തിന്. ചൂടുമില്ല തണുപ്പില്ലാത്ത കാപ്പി ആർക്ക് വേണം സാറേ? നിന്നെ ഞാൻ തുപ്പിക്കളയുന്നു. വളരെ മാരകമായ വാക്കാണ്. അതായത് ഒന്നുകിൽ ചൂടുണ്ടായിരിക്കുക, ഇല്ലെങ്കിൽ മന്ദിപ്പായിരിക്കുക. ഇത് രണ്ടുമല്ല. ഇത് എന്നെ സ്വർഗത്തിനും മനസ്സിലാകുന്നില്ല, മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്നെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചോദിച്ചത്, നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, ഞാനെന്നാ ഇങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, കർത്താവ് ഒരു വലിയ ഒരു ഭീഷണിയുടെ സ്വരം, സ്നേഹത്തിൻ്റെ ഭീഷണിയിൽ പറയാണ്, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. പക്ഷെ അങ്ങനെ 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 ഉപേക്ഷിച്ച് കളയൊന്നുമല്ല. തിരിച്ചു വരാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ അവസരം ഒരുക്കി ഇങ്ങനത്തെ കുടുംബങ്ങൾക്ക്. ചിലപ്പോൾ ആ വീട്ടിലൊരു കുഞ്ഞു ഞുള്ളിപ്പറി കൊടുത്തിട്ടായിരിക്കും, ഒരു ചെറിയ സൂചി വെച്ചൊരു കുത്തു വെച്ച് കൊടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ ആ വീട്ടിലൊരു സങ്കടം അനുവദിച്ചതുകൊണ്ടായിരിക്കും. അവരെ വേദനിപ്പിക്കാനോ തളർത്തി കളയാനോ അല്ല, ഇങ്ങനൊരു സഹനം വന്നാലേ നീ തിരിച്ചു വരുള്ളൂ എന്നറിയുന്ന കർത്താവ് ഒരു കുഞ്ഞു നൊമ്പരം ആ വീട്ടിൽ തരും. ആ നൊമ്പരം കിട്ടുമ്പോൾ നീ എന്തിനു ഇതെനിക്ക് തന്നു എന്നല്ല ചോദിക്കേണ്ടത്, ഇതെനിക്കുള്ള ഒരു വേക്കപ്പ് കോളാണ്, എഴുന്നേക്കാൻ ഒരു അലാറം ക്ലോക്ക് വിട്ടതാണ് ഈശോ. ഇപ്പം എഴുന്നേക്കണം, ഇപ്പൊ ഒരു സൂചിയും കൊണ്ടൊരു തോണ്ടേ തന്നിട്ടുള്ളൂ. നിന്റെ ജീവൻ, നിന്റെ നിത്യജീവൻ പ്രധാനമായതുകൊണ്ട് ഈശോ ചിലപ്പോൾ തൂമ്പായം കൊണ്ട് തോണ്ടിക്കളയും. അതിനുവേണ്ടി കാത്തിരിക്കരുത്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഇയാളേതാ കൃഷി സ്ഥലത്ത് നിന്ന് കണ്ട വരുന്നു എന്നൊക്കെ പറയരുത്. ഞാൻ പറയുന്നത് അതിൻ്റെ സെൻസിൽ മനസ്സിലാക്കണം. ഈ സൂചി വെച്ച് ഈശോ ഇങ്ങനെ ചെറുതായിട്ട് കുത്തും. തിരിച്ചു വാടിയെന്ന് പറഞ്ഞു. വന്നില്ലെങ്കിൽ തൂമ്പാ വെച്ചൊരു കുത്തു തരും. നിങ്ങളെ മുറിപ്പെടുത്താനോ നിങ്ങൾക്കൊരു മുറിവുണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. നീ ജീവിക്കുന്നതിനെക്കാട്ടും പ്രധാനം നിന്റെ നിത്യജീവനാണെന്ന് അറിയാവുന്ന കർത്താവ് നീ അനുഭവങ്ങളിലൂടെ ഒന്നും തിരിച്ചു വന്നില്ലെങ്കിൽ സഹനങ്ങൾ അനുവദിക്കുക തന്നെ ചെയ്യും. പൗലോസ് ശ്ലീഹ അത് സുന്ദരമായിട്ട് പറയുന്നുണ്ട്. കൊരിന്തോസ്യർക്ക് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 10:13 നമുക്ക് താങ്ങാൻ പറ്റാത്ത പ്രലോഭനങ്ങൾ തരില്ല, താങ്ങാൻ പറ്റാത്ത വേദനകളും തരില്ല. തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി തരും. അതിജീവിക്കുന്ന എന്തിനാണ്? നിത്യജീവനെ ലക്ഷ്യമാക്കി നമ്മൾ ഈ രാജവീതിയിലേക്ക്, വിശുദ്ധ വീതിയിലേക്ക് തിരികെ വരാൻ. ആ ഒരു വഴിയിൽ ഈശോ ഇങ്ങനെ നമുക്കൊരു സാഹചര്യം കൊടുക്കും. ആദ്യത്തെ ഒരു കുടുംബ സാഹചര്യം, രണ്ടാമത്തത് ഇങ്ങനെ ഒരു മന്ദോഷ്ണത ബാധിച്ച കുടുംബം. പക്ഷെ അവിടെ നമുക്കൊരു വേക്കപ്പ് കോൾ, ഒരു ഉണർത്തുപാട്ട് ഈശോ തരും. ഒരു അവസരത്തിലൂടെ, ഒരു ധ്യാനത്തിലൂടെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു തിക്താനുഭവത്തിലൂടെ ആയിരിക്കാം. അന്ന് നമ്മളൊരു തീരുമാനം എടുത്തിരിക്കണം. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അവസാനത്തെ അധ്യായത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ. അത് നിങ്ങൾ സമയം എടുത്ത് വായിച്ചു നോക്കുക. ജോഷുവ 24. ജോഷുവ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. വലിയൊരു തീരുമാനമാണ്. പഴയ നിയമത്തിലെ നമ്മൾ ആ ബയോ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ നിയമം മുഴുവൻ നമ്മൾ പഠിപ്പിച്ചത് ഈ ഒറ്റ വാക്കെ നിർത്തിക്കൊണ്ടാണ്. ദ ഗ്രേറ്റ് ചോയ്സ്, മഹത്തായ ഒരു തീരുമാനം. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ ആ എഴുത്തുകൾ, ആ ചരിത്രം മുഴുവൻ നീങ്ങുന്നത് ഒറ്റ തീരുമാനത്തിലാണ്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അതൊരു തീരുമാനം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് എടുക്കാം. നാളെ ഒരു സഹനം വരുമ്പോൾ എടുക്കാം. നാളെ ഒരു വലിയ വേദന വരാൻ വേണ്ടി കാത്തിരിക്കാം. നാളെ ഒരു കുമ്പസാരക്കൂടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാം. പക്ഷേ
ദിസ് ഈസ് ദ ടൈം. ഇപ്പോൾ ഇവിടെ ഈ ആരാധനാലയത്തിലിരുന്ന് കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ അടുത്തിരുന്ന് കേൾക്കുന്ന ഈ സമയത്ത് ഒരു തീരുമാനം എടുക്കുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെക്കുറിച്ചാണ്. ഈ കുടുംബത്തിലെ അസ്വസ്ഥതകളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളൊരു തീരുമാനം. നിങ്ങൾ ഈ വന്ന ഒരാൾ, നിങ്ങൾ ചിലപ്പോൾ ആ വീട്ടിൽ നിങ്ങൾ ഒറ്റ ആളെ വന്നിട്ടുണ്ടാവുള്ളൂ. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം, ഹി ഹാസ് ചോസൺ യു. നിന്നെ തെരഞ്ഞെടുത്തു ആ വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വീട്ടിലെ അശുദ്ധിയൊക്കെ മാറ്റി എല്ലാവരെയും ഈ വിശുദ്ധ വീതിയിലേക്ക് കൊണ്ടുവരാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കായിരുന്നു ഈ സമയത്ത്. ഇല്ല, നിങ്ങൾക്ക് സിനിമാ തിയേറ്ററിൽ പോയിരിക്കാം, നിങ്ങൾക്ക് 4 കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളിൽ മുഴുകായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വിനോദങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു. ഈ നല്ലൊരു ദിവസം, ഈ നല്ലൊരു പ്രൊഡക്റ്റീവ് അവർ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ബിക്കോസ് ഹി ഹാസ് ചോസൺ യു. അവിടെ ചുമ്മാ ചിന്തിക്കില്ലേ, നിങ്ങൾ അച്ഛൻ ഒരു ധ്യാനം കേൾക്കാൻ വന്നു, പ്രാർത്ഥിക്കാൻ വന്നു. നോ, അവൻ വിളിച്ചു നിന്നെ, നിന്റെ കുടുംബത്തിന് വേണ്ടി. വഴിതെറ്റിപ്പോയി അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഇവിടെ വെച്ച് നീയൊരു തീരുമാനം എടുക്കുക, ഞാനും എൻ്റെ കുടുംബവും. ജോഷുവ അത് എടുത്തു പറയാണ്, ഞങ്ങൾ എന്നല്ല പറയുന്നത്. ആദ്യം ആര്? ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഇടതുകര ഹൃദയത്തോട് ചേർത്ത് പിടി, വലതുകര ഒന്ന് ഉയർത്തി പറഞ്ഞേ, ഞാനും, ഒച്ചതി പറ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ സേവിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ വഴിയെ ഞങ്ങൾ നടക്കാം. ഇനി വഴി തെറ്റി നടക്കുന്ന ഒരാൾ വീട്ടിലുണ്ടോ, നമ്മൾ തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ മുട്ടെ കുത്തി നിന്നുകൊണ്ട് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ സാഹചര്യം അതാണ്. അവിടെ കർത്താവ് തൻ്റെ കൃപ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഒരാൾ തീരുമാനം എടുക്കുമ്പോൾ അയാൾക്ക് കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. പൗലോസ്ലീഹ ഇങ്ങനെ മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു വ്യാഖ്യാനം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ പാപം വർദ്ധിക്കുകയാണ്, അസ്വസ്ഥത വർദ്ധിക്കുകയാണ്. നിങ്ങളെ ഈശോ തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ആരുടെ മേൽ? ഈ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് കിട്ടിയാൽ, ആ വിളി സ്വീകരിച്ച നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ അതിലേറെ വർദ്ധിച്ചു. സാത്താൻ ഒരു സൈഡിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ താറുമാറാക്കാൻ ശ്രമിക്കുകയാണ്. വിശ്വാസമുള്ള നിങ്ങൾ ഒരാൾ ഈ പള്ളിയിൽ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുകയാണ്. പാപം വർദ്ധിക്കുന്നു, കൃപ അതിന് മുകളിലേക്ക് ഓവർ പവർ ചെയ്യുന്നു, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അതായത് കർത്താവ് നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ വഴികളിൽ യുദ്ധമായിക്കോട്ടെ, കലാപമായിക്കൊള്ളട്ടെ, അതിനെ എതിരിടാനുള്ള സകല കൃപയും സകല ആയുധങ്ങളും നിങ്ങൾക്ക് തന്നിട്ടേ ഈ വഴിയിലേക്ക് വിടത്തുള്ളൂ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തളർന്നു പോയേക്കരുത്. ഇത്രയും കാലം പ്രാർത്ഥിച്ച് കർത്താവേ ഇങ്ങേർക്കൊരു മാറ്റമില്ല, ഇവൾക്കൊരു മാറ്റമില്ല, ഈ മക്കളെ നേരെ ആവുന്നില്ല, മുട്ടേന്ന് എഴുന്നേക്കരുത്. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിക്കും. അതിന് ദൈവം തെരഞ്ഞെടുത്തത് നിന്നെയാണ്. നീ മാറി നിൽക്കല്ലേ. കർത്താവേ എനിക്ക് സഹനം, എനിക്ക് സങ്കടം, എനിക്ക് കുറവാ, എനിക്ക് ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം കൂടെ എന്നെ ഏൽപ്പിക്കാതെ നിന്നെയാണോ ഏൽപ്പിച്ചേ? നിന്നെ കണ്ടു നീ കൊള്ളാം, ഈ കുടുംബത്തെ മുമ്പോട്ട് നയിക്കാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് കർത്താവ് കണ്ടു. ഇതുപോലെ ഒരാളെ നിന്റെ കയ്യിലോട്ട് തന്നത് എന്തിനാണ്? ഇയാളെ മേയ്ക്കാൻ. നല്ല വാക്കല്ല, ഇയാളെ മേയ്ക്കാൻ നിന്നെ കൊണ്ട് പറ്റും. വേറെ ആരുടെ കയ്യിലാണേലും ശരിയാവില്ല. അതുകൊണ്ട് ദൈവം തന്നൊരു സമ്മാനമായിട്ട് ആ അപ്പനെ, അമ്മേനെ, ജീവിത പങ്കാളിയെ, കുഞ്ഞുങ്ങളെ, അവരെത്ര ലോകത്തിൻ്റെ കണ്ണിൽ എത്ര മോശമായിട്ടായിക്കൊള്ളട്ടെ, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിലേക്ക് തന്നത്. പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ ആ വിളി സ്വീകരിക്കാൻ നമ്മളിച്ചിരി സഹനം ഏറ്റെടുക്കേണ്ടതുണ്ടോ? ഈ ലോകമാസകലമായ പാപികളായ നമ്മളെ എല്ലാവരെയും കൂടെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ഈശോ ചെറിയ സഹനമാണോ ഏറ്റെടുത്തത്? ആണോ? അല്ല. ഇപ്പം നിങ്ങളുടെ കൈ കിട്ടിയിരിക്കുന്ന ആ വ്യക്തിയെ, ആ കുടുംബത്തെ നന്നാക്കാൻ സ്വന്തം കുരിശും എടുത്ത് അവൻ്റെ പിന്നാലെ ആ വഴിയെ നടക്കണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അപ്പം അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ, ഞാൻ എൻ്റെ കുടുംബം സേവിക്കാമെന്ന് തീരുമാനം എടുക്കുമ്പോൾ, അങ്ങനെ ചെയ്യാൻ ആ വഴിയെ നടക്കാൻ ഒരു കൃപ നിങ്ങൾക്ക് തരും. ആദ്യത്തത് കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിങ്ങൾ വിശുദ്ധരായിട്ട് വളരുന്നു. രണ്ടാമത്തത് ഈ മന്ദോഷണത ബാധിച്ച ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങളൊരു വിളി സ്വീകരിക്കുന്നു, നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്ത് കൃപ തരുന്നു. കൃപ നിങ്ങളെ വിശുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മൂന്നാമത്തതാണ് കുടുംബാപികളുടെ കുടുംബം. നമ്മളാരും അതിനകത്തില്ല. ദൈവത്തിന് സ്തുതി. കുടുംബാപികൾ പള്ളി പോവുകയല്ല ഒരു പരിപാടി. അതായത് 4 പേര് വീട്ടിലുണ്ടോ, 4 പേരും ദൈവത്തിനെതിരാണ്.
വിശ്വാസമില്ല, ഒന്നുമില്ല, കൊട്ടും പാപത്തിൻ്റെ പട്ടുകുഴിയിൽ. മാമോദീസ സ്വീകരിച്ച വീടുകളിൽ സംഭവിച്ചാലുള്ള അവസ്ഥ നോക്കി. ഈ വഴിയെ നടക്കാൻ വിളിക്കപ്പെട്ടവരുടെ വീടുകളിൽ ഇത് സംഭവിച്ചാലോ? നമ്മൾ ഒരു പാപത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷെ ഇതൊന്നും അല്ല, നിങ്ങൾ തല പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള പാപങ്ങൾ. അതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യർ, അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവനെ വായടപ്പിക്കുന്ന സമൂഹം. പാപത്തെക്കുറിച്ച് മിണ്ടരുത്, ബാക്കിയൊക്കെ ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള കുടുംബങ്ങളെ പോലും കർത്താവ് കൈവിടുന്നില്ല. കാരണം അവൻ്റെ അനന്ത കരുണയിൽ അങ്ങനെ പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോയ ഒരു കുടുംബത്തിനും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. ഒരു മനുഷ്യരെ പോലും ഒഴിവാക്കാതെ അവന്റെ കരുണയുടെ കവാടം അവൻ തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നെങ്കിലും നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട്, ഒരാട്ടും കുഞ്ഞിനെ പോലെയോ ഒരു നാണയത്തെ പോലെയോ നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ അന്വേഷിച്ച് അവൻ ഇറങ്ങും. ധൂർത്തപുത്രനെ പോലെ ഈ സ്നേഹം അറിഞ്ഞിട്ട്, ഈ കൃപ സ്വീകരിച്ചിട്ട് നീ ഇറങ്ങിപ്പോയാൽ അവൻ നിന്നെ അന്വേഷിച്ചിറങ്ങില്ല, പക്ഷെ അവൻ കാത്തിരിക്കും. അവന്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയും ഉണ്ട്, ഏറ്റവും വലിയ വിശുദ്ധനും ഉണ്ട്. അവന്റെ കരുണയുടെ കൈ തുറന്നു പിടിച്ചിരിക്കുന്നതിനകത്ത് ഇവരെല്ലാവരും ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട്. കർത്താവ് കരുണ ചൊരിയും, പക്ഷെ ആ കരുണ ചൊരിയും യു ഷുഡ് ബി റിസപ്റ്റീവ്. അവൻ അത് ഒഴുക്കി തരുമ്പോൾ അത് സ്വീകരിക്കണം. ഒത്തിരി തവണ നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയാൽ മതി, ഈ കർത്താവ് ഈ കരുണ ചൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ ഭാഗം കുടുംബം ഇത് കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാം. അവരിത് കേൾക്കില്ല. ഇതിപ്പോൾ ഓൺലൈനിൽ വരുമ്പോഴും അവർ കേൾക്കില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവിൻ്റെ കരുണ കർത്താവ് ചൊരിയുന്നുണ്ട്, പക്ഷെ ആ വീടുകളിൽ അത് സ്വീകരിക്കാൻ ആളില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരാളുണ്ട്, അങ്ങനെ ആരും സ്വീകരിക്കാത്ത വീടുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചെതി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നോക്കുക, അങ്ങനത്തുള്ള കുടുംബങ്ങളിൽ നിന്നും കണ്ണു മാറ്റി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുക. ഒരുപാട് തവണ ഈ വിശുദ്ധിയുടെ വഴിയിലേക്ക് തിരിച്ചു വരാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആ കരുണ വി ഡിഡ്ന്റ് റിസീവ്, വി വെർ നോട്ട് റിസപ്റ്റീവ്. നമ്മളത് സ്വീകരിക്കാൻ തയ്യാറായില്ല, നമ്മൾ മാറി നിന്നു. ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതെല്ലാവരും ചെയ്യുന്ന പാപങ്ങളല്ലേ, പാപത്തെക്കുറിച്ച് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചു. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പാപങ്ങളല്ലേ എന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നിങ്ങൾ ആഴത്തിൽ വായിക്കുമ്പോൾ എൻ്റെ 2200 മുതലുള്ള പാരഗ്രാഫുകളാണെന്നാണ് എൻ്റെ ഓർമ്മ. കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങളിലും പാപത്തെക്കുറിച്ചുള്ള പറയുന്ന ഭാഗങ്ങളും ഒക്കെ നല്ല ശ്രദ്ധയോടെ വായിക്കണം. ലഘുപാപങ്ങൾ എന്ന് പറഞ്ഞ് പാപത്തെ നിങ്ങൾ ഒഴിവാക്കരുത്. പാപത്തെ സഭ പഠനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മാരക പാപങ്ങൾ, ലഘുപാപങ്ങൾ. ബേസിക് ആയിട്ടുള്ള 2 ഡിവിഷൻസ് ആണ്. നമ്മൾ ഈ കുമ്പസാരത്തിലൊക്കെ പോയിട്ട് മിക്കപ്പോഴും പറയാറുണ്ട് മാരകപാപങ്ങളാണ് മാരകപാപങ്ങൾ. ലഘുപാപങ്ങളെ നിങ്ങൾ ബൈപ്പാസ് ചെയ്ത് കളയരുത്. അഗസ്തീനോസ് പുണ്യാളം പറയുന്നുണ്ട്, ധാന്യമണി കൂട്ടിവെച്ചതിൽ കൂനയാവുന്നു, ഓരോ തുള്ളിയും വന്നു ചേർന്ന് അതൊരു നദിയായി മാറുന്നു. കുഞ്ഞ് എന്ന് കരുതുന്ന നമ്മുടെ പീക്കിരി പാപങ്ങൾ അത് ആവർത്തിച്ചതൊരു കൂനയായിട്ട് മാറുകയാണ്. ആ കൂന മുമ്പിൽ വന്ന് നിന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള വിശുദ്ധിയുടെ അനന്ത സാധ്യതകൾ കാണാൻ പറ്റാത്ത വിധം നിന്റെ കണ്ണ് മൂടപ്പെടും. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളൊന്നാണ് ദ സ്പിരിറ്റ് ഓഫ് ബ്ലൈൻഡിങ്. നിന്റെ കണ്ണുകളെ മൂടി വെക്കും. ഇത് തെറ്റാണെന്ന് നിനക്ക് തോന്നാത്ത വിധം നിന്റെ കണ്ണുകളെ മൂടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5:20 ഇങ്ങനെ പറയുന്നുണ്ട്, പാപത്തെ പാപം എന്ന് വിളിക്കാത്തത്, തെറ്റിനെ തെറ്റെന്ന് വിളിക്കാത്തത്, തെറ്റിനെ ശരിയെന്ന് വിളിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച്. അങ്ങനെ വിളിക്കുന്നവന് ദുരിതം. അത് ഈ കാലത്ത് അതിഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു പാപമല്ല എന്നൊരു ചിന്ത വന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ല, ഇതൊക്കെ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇതിനെയൊക്കെ വളരെ ലൈറ്റായി, ഒരുപക്ഷെ നിങ്ങളെ തിരുത്തി തരേണ്ടവർ, നിങ്ങൾക്ക് വെളിച്ചം കാണിച്ചു തരേണ്ടവർ പോലും ദുർമാതൃക കാണിച്ചു തരുന്നതിനേക്കാൾ അപ്പുറം പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടാകും. ഇതൊന്നും വലിയ കാര്യമല്ലെന്ന്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലേ, ഇതൊക്കെ എന്തിനാ ഇത്ര പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അബദ്ധത്തിന്റെ ചില നിമിഷങ്ങളിൽ കുമ്പസാര കൂടുകളിൽ ചിലപ്പോൾ പോലും നിങ്ങൾക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പറയണം. വിശുദ്ധരാകാൻ ആഗ്രഹിക്കാൻ നിങ്ങൾ പറയണം. കാരണം ലഘുപാപങ്ങളെ അത്ര ലൈറ്റായിട്ട് കണ്ട് അത് കൂടി വന്ന് നമ്മുടെ കണ്ണിനെ മൂടിക്കളഞ്ഞു. അതുകൊണ്ട് വലിയ പാപം വന്നാലും നമുക്കിതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് തോന്നത്തില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, വലതൊരു ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കൊരു കുമ്പസാരിക്കേണ്ട അവസരം കിട്ടുമ്പോൾ അതൊരു ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കല്ലേ. നിങ്ങളുടെ ഇടവക ദേവാലയത്തിലൊക്കെ കുമ്പസാരിക്കുമ്പോൾ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഒത്തിരി പേരൊക്കെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് സമയമെടുത്ത് എവിടെയെങ്കിലും ആശ്രമ ദേവാലയങ്ങളൊക്കെ പോയി, അച്ഛന്മാർക്ക് അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾ ചെല്ല്. ഇനിയിപ്പോൾ നേരത്തെ പറയേണ്ട സ്ഥലമാണോ പോയി പറ. എന്നിട്ട് നിങ്ങൾ കുമ്പസാരം ഇപ്പോൾ അടുത്ത ആഴ്ച ശനിയാഴ്ച 10 മണിക്ക് അച്ഛൻ ഞാൻ വന്നോട്ടെ, ചെല്ല്. എന്നാ തിരക്കുള്ള അച്ഛനാണെങ്കിലും കുമ്പസാരത്തിന് വേണ്ടി അച്ഛൻ സമയം മാറ്റി വെക്കും. അതുറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി. സമയം മാറ്റി വെക്കും. നിങ്ങൾ കുമ്പസാരിക്കണം. നമ്മളിതിനെ ലൈറ്റായിട്ട് വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം.
ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു കൊടുത്താൽ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ പറയണമെന്ന്. അതുകൊണ്ട് ആദ്യത്തെ കുർബാനയുടെ കുമ്പസാരമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്ത്? ഞുള്ളി, മാന്തി, തുറിച്ചു നോക്കി, കൊഞ്ഞനം കുത്തി, ചോറിൻ്റെ വറ്റ് താഴെ കളഞ്ഞു, അനിയത്തിയുടെ മീൻ വറുത്തത് എടുത്തു. മീൻ വറുത്തതിനെ കുറിച്ച് മിണ്ടാൻ പാടുള്ളൂ. ചിക്കൻ പീസ് എടുത്തു. നമ്മളിപ്പം ചിന്തിക്കുക, അയ്യേ ഇതൊക്കെയാണ് കുമ്പസാരക്കൂട്ടി പറയേണ്ടത്. പക്ഷെ ആ കുഞ്ഞു മനസ്സിന് അതൊരു പാപമായിരുന്നു. ലഘു. എൻ്റെ അനിയത്തിക്ക് അവകാശപ്പെട്ട ചിക്കൻ പീസ് ഞാൻ എടുത്തു. അന്യൻ്റെ വസ്തു ആഗ്രഹിച്ചു. അനിയത്തി അന്യനൊന്നും അല്ല, എന്നാലും കാര്യം അതിൻ്റെ സെൻസ് മനസ്സിലാവുന്നുണ്ടോ? അന്ന് നമ്മുടെ ഇളം മനസ്സിൽ, നമ്മുടെ ശുദ്ധ മനസ്സിൽ ഈ പാപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വളർന്ന് 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 ചക്കപ്പോത്ത് പോലെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ പാപത്തിൻ്റെ ബോധം നമ്മൾ നഷ്ടപ്പെട്ടു. 1946 ഒരു റേഡിയോ പ്രഭാഷണത്തിൽ പിയൂസ് 12 മാർപ്പാപ്പയാണെന്നാണ് എൻ്റെ ഓർമ്മ. പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മ പാപമല്ല, ചെയ്യുന്നത് പാപമാണെന്ന ബോധം നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മ പാപമല്ല, ചെയ്യുന്നത് പാപമാണെന്ന ബോധം നഷ്ടപ്പെട്ടു. ഒരു കഴിഞ്ഞൊരു 10 വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ നിങ്ങൾക്ക് പിടികിട്ടും. നമ്മൾ ഈ നാട് കണ്ടിട്ടില്ലാത്ത അത്ര കൊലപാതകങ്ങളും ക്രൂരമായ തരത്തിലുള്ള കൊലപാതകങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ക്രൈം സ്റ്റോറീസ് നമ്മൾ കേൾക്കുകയാണ്. പാപം വർദ്ധിച്ചോ എന്നുള്ളതല്ല, ചെയ്യുന്നതൊക്കെ പാപമാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതിനെ മയക്കിക്കടത്താൻ പല കാര്യങ്ങളും തലയ്ക്കകത്തോട്ടും ഞരമ്പിനുള്ളിലേക്കും കുത്തിവെക്കാൻ ആളുകൾ റെഡിയാണ്. അത് സ്വീകരിക്കാനും നമ്മൾ റെഡിയാണ്. പക്ഷേ ഈ കരുണയുടെ ഇഞ്ചക്ഷൻ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. മയക്കിക്കടത്തുന്ന മരുന്നുകൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു തലമുറ, ഉണർത്തുന്ന ഈ മരുന്ന് സ്വർഗം തുറന്ന് ആ നെഞ്ച് തുറന്നവൻ ഒഴുക്കിയിട്ട് അത് സ്വീകരിക്കാൻ നമ്മൾ റിസപ്റ്റീവ് ആവുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി, അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി. കർത്താവെ, നീ ഈ കരുണ തുറന്ന് തിരുഹൃദയത്തിലെ തിരുമുറി ഒഴുക്കി ഈ കരുണയുടെ മരുന്നൊഴുക്കിയിട്ട് അത് ഞരമ്പിലേക്ക്, ആത്മാവിലേക്ക്, സന്ധിബന്ധങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് സ്വീകരിക്കാൻ പറ്റാത്ത തലമുറയിലേക്ക് അങ്ങ് വീണ്ടും കരുണ ചൊരിയണേ. നമ്മൾ പ്രാർത്ഥിക്കണം, മുട്ടൂത്തി നിൽക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു നിയോഗങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ രാജവീതിയിൽ നടക്കേണ്ട കുറേ പേര് വഴിതെറ്റി നടക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു ആത്മീയ പോരാട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു സഹായിക്കുന്ന ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഫൗസ്റ്റീന അമ്മയോട് ഈശോ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ നീ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫൗസ്റ്റീന അമ്മയോട് ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, നീ ഓടിപ്പോയി കുമ്പസാരക്കാരനെ അറിയിക്കുക. എന്ത്? പാപം ചെയ്തു എന്നല്ല, എനിക്ക് ഈ പാപം ചെയ്യാനൊരു പ്രവണത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിശാചെന്നെ തളർത്തിക്കളയുമോ, എന്നെ വീഴ്ത്തുമോ എന്നൊരു പേടി എനിക്കുണ്ട്. കുമ്പസാരക്കൂട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പാപമോചനം മാത്രമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപയുടെ പൊതിഞ്ഞു പിടുത്തം കൂടിയാണ്. അതെപ്പോഴും ഓർത്തേക്കണം. കുമ്പസാരത്തിന് പോകാത്തവര് കുമ്പസാരമൊന്നും വലിയ കാര്യമല്ലെന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിച്ചോണം. ഇത് എനിക്ക് വലിയ പാപമൊന്നുമില്ല പറയാൻ. നീ നടക്കുന്ന വഴി നന്നായിട്ട് നിന്റെ കർത്താവിനറിയാം. കർത്താവ് നല്ല ഡ്രോൺ വെച്ചുകൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. നീ ചുമ്മാ DSLR വെച്ച് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. മോളിൽ നിന്നാ നോട്ടം. നീ നടക്കുന്ന വഴി തെറ്റാന്ന് കർത്താവിനറിയാം. എന്ന് പറയാണ്, നിനക്ക് കൃപയിൽ ജീവിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ഈ പാപം, ഈ പ്രലോഭനം, ഈ ദുശീലം എന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു പ്രൊട്ടക്ഷനും കൂടെ നീ മേടിക്കണം. നീ പോയിട്ട് നിന്റെ ആത്മീയ ഗുരുവിനെ, കുമ്പസാരക്കാരനെ അറിയിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈശോ പറയാണ്, നിന്നെ ഞാൻ നോക്കുന്നുണ്ടെന്ന് ഓർത്തോണം. ഭയത്തോടെ അല്ല ഈശോ, ഭയപ്പെടുത്തലോടെ അല്ല ഈശോ പറയുന്നത്. ഐ ആം വാച്ചിങ് ഓവർ യു. ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പിശാചിനെ പേടിക്കണ്ട, അവൻ്റെ പ്രലോഭനങ്ങളെ പേടിക്കണ്ട. നീ ആരുടെ നോട്ടത്തിലാണ്? എൻ്റെ നോട്ടത്തിലാണ്. നീ പേടിക്കരുത്. ഞാൻ നിന്നെ നോക്കുന്നുണ്ട്. ഞാൻ നിന്നെ നോക്കുന്നത് കൊണ്ട് നിന്നെ സഹായിക്കുകയും ചെയ്യും. കുഞ്ഞുമക്കളൊക്കെ ശ്രദ്ധിച്ചേ, വിശുദ്ധിയിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഈശോ നിങ്ങളെ നോക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ പേരൻസ് നിങ്ങളെ നോക്കുന്നുണ്ടാവില്ല, കാണുന്നുണ്ടാവില്ല. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ടാവും. ആരാ നോക്കിക്കൊണ്ടിരിക്കണേ? ഈശോ നോക്കുന്നുണ്ട്. അങ്ങനെ ഈശോ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധരായിട്ട് ജീവിക്കാൻ ഈശോ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ഈശോ ഫൗസ്റ്റീനാമ്മയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, നീ ഭയപ്പെടരുത്. ഭയപ്പെടരുത്. പേടിച്ചാൽ ഈ തിന്മ എന്നെ വരിഞ്ഞു മുറുക്കുമോ, ഈ ദുശീലത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറി വരാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയപ്പെട്ടാൽ കർത്താവിൻ്റെ കരുണ ഇറങ്ങാൻ തടസ്സമായിട്ട് നിൽക്കും. ഭയപ്പെട്ടാൽ ഈ ഗ്ലാസ് നമ്മൾ തലയും കുത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ച പോലെയാവും. മൂന്നാമത്തെ കാര്യം ഈശോ പറയാണ്, ഭയപ്പെടരുത്. നാലാമത്തെ ഈശോ ഇങ്ങനെ ഒരു വലിയൊരു സ്നേഹത്തോടെ പറയാണ്, നിരന്തരം എൻ്റെ സാന്നിധ്യം തേടുക.
നിനക്കൊരു പാപത്തിലേക്കുള്ള ചായ്വുണ്ടോ? എത്ര ശ്രമിച്ചിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ പറ്റുന്നില്ലേ? നീ എൻ്റെ അടുത്ത് വന്നിരിക്കുക. സങ്കീർത്തനം 23-25 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ഞാൻ നിരന്തരം അവിടുത്തെ സന്നിധിയിലാണ്, എൻ്റെ കൺമുമ്പിൽ കർത്താവാണ്. അത് നമ്മുടെ ഉള്ളിലൊരു ബോധ്യമായിട്ട് എന്നും ഉണ്ടാകണം, എൻ്റെ കൺമുമ്പിൽ കർത്താവ്. സങ്കീർത്തനം 16:8 മുതലുള്ള വാക്യങ്ങളും പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ കർത്താവുണ്ട്, എൻ്റെ സൈഡിൽ കർത്താവുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങില്ല. ഈശോ അത് പറയാണ്, നിങ്ങൾക്ക് ശക്തി കുറയുന്നു, നിങ്ങൾക്ക് ആത്മീയ പോരാട്ടത്തിനുള്ള ആ ധൈര്യം കുറഞ്ഞു പോകുന്നു, നിങ്ങൾ വീണു പോകും തോന്നുന്നുണ്ടോ? എൻ്റെ അടുത്ത് വന്നിരിക്കുക, ഇവിടെ വന്ന് റിസീവ് ദ പവർ. പൗലോസ് തിമോത്തിക്ക് കത്തെഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്, രണ്ടാമത്തെ കത്തെഴുതുമ്പോൾ, എൻ്റെ മകനെ, യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും നീ ശക്തി സ്വീകരിക്കുക. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതാ പറയുന്നത്. എന്നിട്ടൊരു പടയാളിയെ പോലെ, എന്നിട്ടൊരു നല്ല അത്ലറ്റിനെ പോലെ, എന്നിട്ട് നല്ലൊരു കർഷകനെ പോലെ നീ ദൈവത്തിന്റെ വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവിക്കുക. യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ജനിച്ച് അവൻ്റെ അടുത്ത് പോയിരിക്കുക. എന്നിട്ട് ഈശോ തുടർന്ന് പറയുന്നുണ്ട്, അമ്മയുടെ സഹായം തേടുക. ആരുടെ? ഈശോയുടെ അമ്മ. ജപമാല കയ്യിലെടുക്കുക. സാത്താൻ വിറയ്ക്കും. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിലെ ഐക്യത്തെ ഭിന്നമാക്കി കളയുന്ന ആ തിന്മയെ പൊട്ടിച്ചെറിയണമെങ്കിൽ ഈ യോജിച്ച് വെച്ചിരിക്കുന്ന ഈ 50 മണികളെടുത്ത് ഒരുമിച്ച് കൈപ്പിടിക്കണം. ഒരുമിച്ച് കൊന്തയിൽ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുടുംബങ്ങളുണ്ട്, യുവ കുടുംബങ്ങൾ. കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അവർ തുടങ്ങിയ ഒരു ആത്മീയ ശുശ്രൂഷ അവർക്ക് എവിടുന്ന ബോധ്യം കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. അവർ 203 മണി കൊന്ത മേടിച്ചു. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ 153 മണിയൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, വലിയ ഷോപ്പുകളിലൊക്കെ. ഒരുമിച്ച്, അതായത് ഒരു കൊന്ത പിടിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ കൊന്തയിൽ കാണും. ഈ ഒരു ജപമാല നമുക്ക് 2 പേർക്ക് പിടിക്കാൻ പറ്റില്ലായിരിക്കും. ഇവിടെ എത്തുമ്പോഴത്തേനും ഇടി കൂടാൻ അടുത്ത റീസൺ ആകുമായിരിക്കും. എൻ്റെ കൊന്ത ഇങ്ങോട്ട് 10 എൻ്റെ 153 മണി ഒരെണ്ണം മേടിച്ചു. ഒരുമിച്ചല്ലേ യുവദമ്പതികൾ, ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടിയ പ്രായമായവരോ പഴയ ആത്മീയതയിൽ ഒരു ബേസ് കിട്ടിയവരോ ഒന്നുമല്ല. യുവദമ്പതികൾ ഈശോയുടെ സ്നേഹം എവിടെ വെച്ച് അറിഞ്ഞു, ആ സ്നേഹത്തെ അവർ പരസ്പരം ഷെയർ ചെയ്തു, കല്യാണം കഴിച്ചു, കൊന്തയിലാണ് ഒരുമിച്ച്. അവിടെ ചിന്തിച്ചു നോക്കി. അങ്ങനെയൊക്കെ പറ്റിയാൽ അവിടെ സാത്താൻ 7 അയലക്കത്ത് വരില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഈശോ അങ്ങനെ പറയാണ്, പരിശുദ്ധ അമ്മയുടെ സഹായം തേടണം, വിശുദ്ധരുടെ സഹായം തേടണം. ഏറ്റവും അവസാനമായിട്ട് ഈശോ പറയാണ്, ഭയപ്പെടാതെ നീ പോരാടണം. കാരണം ഈ പ്രലോഭനങ്ങൾ എല്ലാവർക്കും വരാം. വിശുദ്ധനും വരാം, അശുദ്ധനും വരാം. ഫ്രാൻസിസ് അസീസിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഫ്രാൻസിസ് അസീസി തൻ്റെ മരണത്തിൻ്റെ വക്കെത്തിയ സമയത്ത് കൂട്ടുകാരനായ ലിയോയോട് പറയുന്നുണ്ട്, ലിയോ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നരകത്തിൻ്റെ അടിത്തട്ടി ഞാൻ പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അത്രയും വിശുദ്ധിയിൽ ജീവിച്ച ആളാണ്. നരകത്തിൻ്റെ അടിത്തട്ടി ഞാൻ പോകുമെന്ന്. പക്ഷെ എന്നിട്ട് അസീസി ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ അടിത്തട്ടി പോയാൽ ഞാൻ അവിടെ നിന്ന് 2 ജമ്പ് 2 ചാട്ടം ചാടും, ആ ചാട്ടത്തിൽ ഞാൻ സ്വർഗത്തിലെത്തും. കാവ്യാത്മകമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷെ ചിന്തിച്ചു നോക്കിയേ, അസീസിയുടെ ഉള്ളിൽ, അത്ര വിശുദ്ധിയിൽ ജീവിച്ചൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഞാനൊക്കെ ഓക്കെ ആയിട്ടില്ല എന്ന് ചിന്തിക്കാം. നമ്മളൊക്കെയോ പൊന്നെ ഔസേപ്പിതാവേ കുറച്ചു നേരം മാറി ഞങ്ങളുടെ കയറി നിൽക്കട്ടെ എന്ന് പറയാൻ മാത്രം വിശുദ്ധിയുടെ അഹങ്കാരം നിൽക്കുന്നവരാ നമ്മളല്ല, വേറെ ആൾക്കാർ. ഈശോ പറയാണ്, നീ പോരാടണം. എന്തിന്? ഇങ്ങനെ പ്രലോഭനം വരുമ്പോഴാണ് നിന്റെ ശക്തി, നിന്റെ വിശുദ്ധി എത്രയാണെന്നും നിന്റെ വിശ്വസ്തത എത്രയാണെന്നും നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഈ പള്ളിയിൽ ഇരുന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം, ഞാൻ ഈശോയുടെ സ്വന്തം ആണേ. പക്ഷെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങണം. ജീവിത സാഹചര്യങ്ങളോട്ട്, പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നിനക്ക് ആ പാപത്തോട്, പ്രലോഭനത്തോട് നോ പറയാൻ പറ്റുന്നുണ്ടോ? സ്ഥിരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ബാറിൻ്റെ അടുത്തൂടെ പോയി ആ ബാറിൻ്റെ കളറുകളും അതിൻ്റെ അടുത്ത് കയറിപ്പോകുന്ന ആളുകളെയും തിരിച്ചു വരുന്ന ആളുകളെ എല്ലാം നീ കാണുന്നുണ്ട്. എന്നിട്ട് നീ ആടെ തന്നെ നിന്ന്. കാരണം ഈ പാപത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടും ഇത് ചെയ്യാണ്ടിരിക്കുക. അവിടെയാണ് കൃപ നിറയണം. പ്രഭാഷകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കിടപ്പുണ്ട്. 30-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. പ്രഭാഷകൻ 30-10-11 നമ്മുടെ ഉള്ളിൽ വലിയ ബോധ്യമായിട്ട് നിറയേണ്ട ഒരു കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കും, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അതിന് സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ആരാണ്? 31-ാം അധ്യായം കേട്ടോ, 31-ാം അധ്യായം പ്രഭാഷകൻ 31 അതിൻ്റെ 10-ാമത്തെ വാക്യം. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. 11-ാം വാക്യം എങ്ങനെയാണ് പറയുക? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, പാപം ചെയ്യാൻ നിനക്ക് കഴിവുണ്ട്, ആരും പിടിക്കില്ല എന്ന് നിനക്കറിയാം, എന്നിട്ടും നീ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ചൊല്ലി പറ ഹല്ലേലൂയ. യൂദത്തിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലും ഇതേ വാക്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവരുടെ ഐശ്വര്യം നിലനിന്നു.
ഇന്ന് നമ്മൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ കുടുംബത്തിലെ നഷ്ടപ്പെട്ട ആ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. നമുക്ക് ഈ പാപങ്ങൾ ഒഴിവാക്കാം. വിശുദ്ധിയിലേക്ക്, രാജവീതിയിലേക്ക് നടക്കാൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. ആ തീരുമാനം എടുക്കുമ്പോൾ വഴിതെളിച്ച് കർത്താവ് മുമ്പിൽ നിൽക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് വിട്ടുകൊടുത്ത്, യേശുപിതാവിൻ്റെ പ്രത്യേക ഒരു മധ്യസ്ഥം, തിരുക്കുടുംബത്തിൻ്റെ വലിയൊരു നോട്ടം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത അങ്ങയുടെ മക്കളെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അമ്മയമ്മയുടെ മധ്യസ്ഥതയിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ, ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധിയുടെ വിളനിലമാകുവാൻ, വിശുദ്ധിയുടെ ഗുരുകുലങ്ങളായി മാറാൻ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.